പേരാമ്പ്രയിലെ പേരൻപ് മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ ശബ്ദം. ശേഷം മൈക്കിലല്ല, ശേഷം സ്ക്രീനിൽ ഫാത്തിമ തഹ്ലിയ. ഫ്രഷ് ക്വസ്റ്റ്യൻ, ആരാകും മുഖ്യമന്ത്രി? ഷാഫി പറമ്പിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് ഫാത്തിമ തഹ്ലിയ എന്നൊരു സംസാരമുണ്ട്. എന്നോട് ആരൊക്കെയോ അവിടുന്നൊക്കെയോ പറയുന്നുണ്ടത്. ലീഗിൽ ആര് ജയിച്ചാലും ഈ തട്ടമിട്ട ശശികല പരാജയപ്പെടണം. ചിരിക്കണ്ട, പാർട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഷാഫി വരുന്നു എന്ന് അറിയുമ്പോൾ കൂടുതൽ ആളുകൾ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ക്രൗഡാണെന്ന് എതിർപ്പാർട്ടിക്കാർ പറയും. ഒരാളെ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേക അജണ്ട ഉണ്ടായിട്ടുണ്ട്. സ്വരാജ്, എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഘാവ്? അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിലുള്ള ഒരു നമ്മൾ വലിയ പോലും മാറ്റം അറിയാതെ ഉണ്ടാവുന്നത്. നമ്മൾ അധോലോകമായി മാറിയിരിക്കുന്നു. ഭാര്യ മത്സരിക്കും, പക്ഷെ ഭർത്താവാണ് ഇതൊക്കെ പഴയതാ, ഇതൊക്കെ കഴിഞ്ഞു. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കാണാറില്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ സംഘടനയെ പരിശോധിച്ചാലും അതിലേറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുകയും റോളിലേക്ക് വരികയും ചെയ്യുന്നത് ലീഗിലായിരിക്കും. ഒരു പെൺകുട്ടി പൊളിറ്റീഷ്യൻ ആവുക എന്നൊരു തീരുമാനം പറയുന്നത് അതിന്റെ കൂടെ തന്നെ എസ്പെഷ്യലി ഒരു മുസ്ലിം വിമണും കൂടെയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു പൊളിറ്റീഷ്യനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു. നജ്മ തബ്ഷീറിന്റെ ഇപ്പം വിഷുവിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം ലീഗ് തന്നെ സൈബർ അറ്റാക്ക് ചെയ്തല്ലോ. ഞാൻ പുലർത്തുന്ന പൊളിറ്റിക്സിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലൊരു അണിമണി തൂക്കം വ്യത്യാസം എനിക്ക് ഇപ്പോഴും അപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇത് ആരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക്. മുസ്ലിം ലീഗിന്റെ ഒരു ചരിത്രം എടുത്താൽ ഇങ്ങനെ ഒരു യുവ വനിതാ മുഖം കാണുന്നത് വളരെ റയർ ആയിരിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക, ജനങ്ങൾ ഒരാളായിട്ട് മാറുക, അവരെ അങ്ങ് കയ്യിലെടുക്കുക, ഒരു ക്രൗഡ് പുള്ളറായി മാറുക. MSFന്റെ ദേശീയ വൈസ് പ്രസിഡന്റ്, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, ഈ വളർച്ചയൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഭവിച്ചതാണ്. മാറ്റത്തിന്റെ പുതിയ മുഖം പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ പേരൻപ് മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ വനിതാ ശബ്ദം. ശേഷം മൈക്കിൽ ഫാത്തിമ തഹ്ലിയ. താങ്ക് യു. എൻ്റെ ആദ്യത്തെ ഇൻട്രോ ആയിരുന്നു. നമ്മുടെ പരിപാടിയിൽ, അതായത് പൊളിറ്റിക്കൽ ടീയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ പൊളിറ്റിക്കൽ സ്ത്രീയാണ്. അങ്ങനെ ഒരു പദവി കൂടി ഞങ്ങൾ വെച്ച് നീട്ടുകയാണ്. അതെ, ഞങ്ങളുടെ ആദ്യത്തെ വനിതയാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ഒരു ഒഴിവ് സമയം അങ്ങനെ ഉണ്ടോ? ഒഴിവ് സമയം കിട്ടാറുണ്ടോ? വി.ഡി. സതീശനൊക്കെ കുട്ടിക്കാലത്ത് കാട്ടിൽ പോയി, അതുപോലെ ഒരു ട്രിപ്പിനൊക്കെ പോയി കൂടായിരുന്നു? കാണുമ്പോൾ ആഗ്രഹമുണ്ട്, വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കാട്ടിൽ പോകാന്നൊക്കെ പറയുന്നത്. സമയം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ ആയതുകൊണ്ട് എലക്ഷൻ സമയത്ത് എനിക്ക് വേണ്ടുന്ന രൂപത്തിൽ ഇവിടെ നമ്മുടെ കുറ്റിച്ചിറയിൽ എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ആളുകളെ പരിഗണിക്കണം. പിന്നെ പേരാമ്പ്രയിൽ തന്നെ ഇലക്ഷൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ പറ്റാത്തതുണ്ട്. മരണ വീടുകളുണ്ട്, പിന്നെ വിശ്രമിക്കുന്ന ആളുകളുണ്ട്, അസുഖമായിട്ട് വോട്ട് ചെയ്യാൻ പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ കണ്ട് നന്ദി പറയാനൊക്കെയുള്ള ഓട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പാർട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മിശ്രിതമായിട്ടുള്ള ഓട്ടത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ ഇനി എന്തായാലും ഒരു ചെറിയ സമയം റെസ്റ്റിന് വേണ്ടി കണ്ടെത്തും. MSFലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്നതിനപ്പുറം അതിനപ്പുറത്തേക്ക് അതിന് പുറകോട്ട് തഹ്ലിയനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ വിക്കിപീഡിയ അങ്ങനെയൊന്നും കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി ഇവരോട് പറയുകയും ചെയ്തു അങ്ങനെയൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. അപ്പം ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഭയങ്കര പ്രൈവറ്റായിട്ട് സൂക്ഷിക്കുന്ന ആളാണോ തഹ്ലിയ? രസമുള്ള എന്നാൽ വളരെ ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണത്. എനിക്കെൻ്റെ ലൈഫ്, എൻ്റെ പ്രൈവറ്റ് സ്പേസ്, ആ പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുമ്പം എൻ്റെ മാത്രമല്ല, ഞാനുമായിട്ട് എൻഗേജ് ചെയ്യുന്ന എൻ്റെ കുടുംബം, അവരൊക്കെ ബന്ധപ്പെട്ടിട്ടാണല്ലോ. അപ്പം അതങ്ങനെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമം പലപ്പോഴും നടത്തുന്നുണ്ട്. ബാക്കി പബ്ലിക്കിലേക്ക് വരുമ്പം നമ്മൾ ആളുകൾ കാണുന്നത്, നമ്മൾ എൻഗേജ്മെൻറ്റ്സ്, പബ്ലിക്കിനോടുള്ള നമ്മളെ സമീപനങ്ങൾ, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ആ രൂപത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും അത്ര ഈസി അല്ല ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ലൈഫ് അത് പിന്നെ അതിലേക്ക് ഈ പബ്ലിക്കായിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റ്സ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും സ്വകാര്യതകളെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നോടൊപ്പമുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവരുത്. അവരുടെ ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പൊളിറ്റിക്സ്, അവരുടേതായിട്ടുള്ള തോട്ട്സ്, അതിനെ ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവരോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് അതിനങ്ങനെ കൊണ്ടുപോകുന്നത്. നേരത്തെ തൊട്ട് അങ്ങനെ ആയിരുന്നു ഇങ്ങനത്തെ പേഴ്സണൽ, ഇപ്പം സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഷെയർ ചെയ്യാതെ അങ്ങനെ? അതെ, നിങ്ങൾ എന്നെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. നമ്മളൊക്കെ ഫസ്റ്റ് ഇപ്പോൾ ഓർക്കുട്ടിൻ്റെ കാലത്തു നിന്നൊക്കെ തുടങ്ങുകയാണെങ്കിൽ
അതിനെ അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പൊളിറ്റിക്കൽ ഇടപെടലുകളിൽ അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ എൻഗേജ്മെൻറ്റ്സിലൊക്കെ ഒരുപാട് ആളുകളുടെ സ്വാധീനമുണ്ട്. മരണപ്പെട്ടു പോയവരാണ് പലരും, ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ പേരാമ്പ്രയിൽ മത്സരിക്കാനൊക്കെ ഇറങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നിരുന്ന ആദ്യ സമയത്തൊക്കെ നമ്മൾ ആരൊക്കെ പോയി കാണും എന്നാഗ്രഹിച്ച് അവരോടൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഇവരുടെയൊക്കെ മുഖങ്ങളുണ്ടായിരുന്നു. അവരിൽ പലരും സ്ത്രീകളായിരുന്നു എന്നുള്ളതാണ്. ജീവിച്ചിരിക്കാത്ത മൺമറഞ്ഞു പോയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദർ വല്യമ്മ, അവർ വളരെ കമാൻഡിങ് കപ്പാസിറ്റിയുള്ള ഒരു ലേഡിയായിരുന്നു. അവർ മരണപ്പെട്ടു പോയി. എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വൈഫുണ്ട്, എൻ്റെ മൂത്തമ്മ എന്ന് വിളിക്കും. വളരെ ബോൾഡായിട്ടുള്ള ലേഡിയായിരുന്നു. നാട്ടിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരടുക്കളയിൽ നിന്നായിരുന്നു ഡിസ്പേഴ്സ് ചെയ്തിരുന്നത്. ആളുകൾ വരും, പരാതി പറയും. അങ്ങനെ ഒത്തിരി ആളുകൾ എൻ്റെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ജീവിത രീതി അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഒരു പെൺകുട്ടി പൊളിറ്റീഷ്യൻ ആവുക എന്നൊരു തീരുമാനം പറയുമ്പോൾ അതത്ര ഈസിലി അക്സെപ്റ്റ് ചെയ്യലല്ലോ എല്ലാവരും. അതിൻ്റെ കൂടെ തന്നെ എസ്പെഷ്യലി ഒരു മുസ്ലിം വിമണും കൂടെയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ഇങ്ങോട്ട് ഒരു പൊളിറ്റീഷ്യനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നു? എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. വേണോ, അതിലേക്ക് പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ കമന്റ് വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമുക്കാർക്കും ഇതുപോലെ ഒരു മുന്നിലൊരാളെ പറയാനില്ലല്ലോ. ഇപ്പം ഞാനൊക്കെ വരുന്ന എൻ്റെ ചുറ്റുപാടിൽ നിന്നൊന്നും എനിക്കൊരാളെ മുന്നിൽ കാണിക്കാനില്ല ഇങ്ങനെ ഒരാളുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയിലുള്ള ആളുകൾക്ക്, നമ്മളുടെ നൈബർഹുഡിലുള്ള ആളുകൾക്ക്, ഇനി എന്തിനേറെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കാണുമ്പോൾ ഇത് വേണോ, ഇതിലേക്ക് ഇറങ്ങണോ, പിന്നെ ഇതിനേക്കാളൊക്കെ പുറത്തേക്കുള്ള കമൻസും പിന്നെ പിൻവിളികളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എന്തുകൊണ്ടോ സാധിച്ചു എന്ന് തോന്നുന്നു. ഈ ഒരു കോളേജ് ലൈഫിലൊരു തഹ്ലിയ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, എന്തായിരുന്നു? കോളേജ് ലൈഫിൽ ഞാനൊരു അക്കാഡമിക്കലി വളരെ എന്താ പറയുക, എൻഗേജിങ് ആയിട്ട് അക്കാഡമിക്കലി ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ലോ കോളേജിൽ നിന്ന് ഒത്തിരി മൂഡ് കോമ്പറ്റീഷൻ, മോക്ക് ട്രയൽ കോമ്പറ്റീഷൻ, കോളേജിൽ വന്ന ഉടനെ തന്നെ ബുക്കും പെന്നും എടുത്ത് നാഷണൽ ഇൻ്റർനാഷണൽ മൂട്ടുകൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് കൂടി നടക്കുന്ന ഒരാൾ. അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു അങ്ങനെ. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒരു കുട്ടി ടീമുണ്ട്, ആ ടീമും ഞങ്ങളുടെ ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഒന്നുകൂടെ ആ സ്പേസിൽ, അക്കാഡമിക് സ്പേസിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് പൊളിറ്റിക്സിൽ ഞാൻ എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അതായത് 2012 ഹരിത രൂപീകരിക്കുന്നത്. ഹരിത രൂപീകരിക്കുന്നത് വരെ MSFൽ ഒരു പെൺകുട്ടിക്ക് സ്പേസ് നമ്മൾ പറയുന്ന പോലെ എവിഡൻ്റ് ആയിട്ടില്ല. നിങ്ങളെല്ലാവരും MSFൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം. അതുപോലെ ഒരു മെമ്പർഷിപ്പ് ഞാനും എടുക്കും. MSFൻ്റെ ഒരു കമ്മിറ്റി ലോ കോളേജിലുണ്ട്. ആ കമ്മിറ്റിയുടെ കൊടി പിടിച്ചിട്ട് നമ്മളും പോകും. അവിടെ പരിപാടികളിൽ പങ്കെടുക്കും, ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കും. അതിനപ്പുറത്തേക്ക് ഒരു സ്പേസ്, ഒരു റിമാർക്കബിൾ സ്പേസ് അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമോ കാര്യമോ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു എൻട്രി കിട്ടിയിട്ടില്ല. ആ എൻട്രി കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഹരിതയുടെ രൂപീകരണത്തിന് ശേഷം. ഹരിതയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ ലോ കോളേജിൽ സെക്കൻഡ് ഇയർ ലാസ്റ്റ് പഠിക്കുന്ന സമയത്ത് വരുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ ഈ പറഞ്ഞ അക്കാഡമിക് കുട്ടിയൊക്കെ മാറിയിട്ട് പിന്നെ പക്ക പൊളിറ്റിക്കൽ കുട്ടിയായി മാറി. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ പഠനം വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടന്നു. ഒരു കണ്ടോണേഷനോ ഒരു സപ്ലിയോ ഇല്ലാതെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ്സിലും അത്യാവശ്യം മോശമില്ലാത്ത കുട്ടി, മീൻസ് അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടികളുടെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കോളേജിന് എനിക്ക് കുറച്ചധികം നഷ്ടപ്പെട്ടു. കോളേജ് ലൈഫിന് പരക്കം പാച്ചിലായിരുന്നു. അപ്പം നമ്മൾ ഫാത്തിമ തഹ്ലിയനെ കാണുന്നത് തന്നെ ഒരു പൊളിറ്റിക്കലിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഫാത്തിമ തഹ്ലിയനെ കാണുമ്പോൾ ഒരു ഹരിതയുടെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ആളായിട്ടാണ്. അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? അതെ, ഞാൻ അതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം MSFൻ്റെ ഒരു മെമ്പർഷിപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിലപ്പുറത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്, നമുക്ക് എവിടെയാണ് സ്പേസ് ഉള്ളത്? ഇപ്പോൾ യൂണിറ്റ് തലങ്ങളിൽ പോലും പെൺകുട്ടികൾക്ക് മെമ്പർഷിപ്പ് കൊടുത്താലും എൻഗേജ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലായിരുന്നു. ആ സംവിധാനത്തിന് യഥാർത്ഥത്തിൽ ഒന്ന് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഹരിതയിലൂടെയാണ്. ഹരിത 2012 രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ ലോ കോളേജിൽ പഠിക്കുകയാണ്. ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ്റർഡേ ആണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ വിളിക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷനിലേക്ക് സാധാരണ ഒരുപാട് കുട്ടികളുള്ള ഒരു പിന്നെ സംഘടനയുടെ
അതിലൊരു പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പരിപാടി കഴിഞ്ഞോ ഉണ്ടാവില്ലേ സമയത്തിനൊന്നുമല്ല, അതിൻ്റെ ഇടയിലൊന്ന് പോയി മുഖം കാണിക്കുക, ആ ഒരു ക്രൗഡിൻ്റെ ഭാഗമായിട്ട് മാറുക, അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ നളന്ദ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു കോള് വരുന്നു, പിന്നെ ഇങ്ങനെ ഇന്ന ആൾക്കാർ ഗസ്റ്റ്. ഞാൻ വളരെ ആവേശത്തോടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് PSMO കോളേജിലെയും ഫറൂഖ് കോളേജിലെയും ഒക്കെ വണ്ടി വരുന്നത്, കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോ കോളേജിൽ അതിനുള്ള സ്കോപ്പൊന്നുമില്ല, അത്രയധികം കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആവേശത്തോടെ ഇങ്ങനെ നോക്കി, ഞാൻ നിന്ന സ്ഥലം പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്ന് സ്റ്റക്കായി, എന്താ എന്നോടാണോ പറയുന്നത്? സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ വലിയ വലിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാർ. തമിഴച്ചി തങ്കപ്പാണ്ടിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയറ്റും ഇപ്പോൾ അവർ പൊളിറ്റിക്സിലുണ്ട് വളരെ ആക്റ്റീവായിട്ട്, അവരായിരുന്നു ഗസ്റ്റ് അന്ന്. അപ്പോൾ അവർ വന്നിരിക്കുന്നു, പിന്നെ സമദാനി സാഹിബിനെ പോലെ, നൂർബിന റഷീദിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വളരെ കൗതുകത്തോടെ ഇങ്ങനെ അത് അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് പറയും പ്രോഗ്രാമിൻ്റെ അധ്യക്ഷത വഹിക്കണം. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫിലുള്ള കറക്റ്റ് അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. ഈ ഹരിതയെ കുറിച്ച് പറയുമ്പോഴേ അത് ഹരിത തുടങ്ങണോ പേരാമ്പ്രന്ന് തുടങ്ങണോ എന്ന് ചോദിക്കും. എൻ്റെ ആണ്. അപ്പം ഇത് താഹ്ലിയ ഡ്രീം ചെയ്തൊരു കരിയറാണ്. അതായത് എനിക്കിപ്പോൾ പൊളിറ്റീഷ്യൻ ആവണം, ഇങ്ങനെ റിനൗണ്ട് ആയിട്ടുള്ള, എനിക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടുന്ന ഒരു പൊളിറ്റീഷ്യൻ ആവണമെന്ന് സ്വപ്നം കണ്ടിരുന്ന കുട്ടിയാണോ താഹ്ലിയ? അല്ലെങ്കിൽ ഇതുപോലൊരു മൊമെന്റിൽ അതൊരു കരിയറായിട്ട് തിരഞ്ഞെടുത്തതാണോ? അല്ലല്ല, എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്കൂളിൽ പഠിച്ചു, ഞാൻ ബീലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റിക്കാട്ടൂർ അവിടെയുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ, 10 കുട്ടികളെ 10ാം ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്ര ക്ലോസ് ആണെന്ന് ആലോചിക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫാസിൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, പണ്ട് മലയാളം മിസ്സ് ക്ലാസ്സിൽ ഓരോരുത്തരോടും എന്താവണം അതൊരു സ്ഥിരം ചോദ്യം ഉണ്ടല്ലോ, ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അത്രേ എനിക്ക് പൊളിറ്റീഷ്യൻ ആവണമെന്ന്. അത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. ടീച്ചറില്ല സീതാ മിസ് അങ്ങനെ ചോദിച്ചപ്പം നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലോ എവിടെയോ എൻ്റെ തോട്ടിൽ എവിടെയോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാം. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിച്ച ആളല്ല. എനിക്ക് കുറേ സംസാരിക്കണം, ആളുകളിലേക്ക് എൻഗേജ് ചെയ്യണം, പിന്നെ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, അത് ഒന്നെങ്കിൽ ജേർണലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ലോ ആവാം, അങ്ങനത്തെ എന്തെങ്കിലും ജോബിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം വളരെ മുമ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കൺവെൻഷണൽ രീതിയിലല്ലാത്ത കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് അതെത്ര സാധ്യമാകുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും രണ്ടും എനിക്കത്ര ഈസി വാക്ക് ഓവറായിട്ട് ലഭിച്ച കാര്യങ്ങളല്ല. ഞാൻ കുറച്ചധികം പരിശ്രമിച്ചിട്ടുണ്ട്, പല ബാരിയേഴ്സും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട എന്നുള്ളത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൽ നിന്ന് വേണ്ടാന്ന് കേട്ടിട്ട് അതിനോട് ഒരു പക്ഷേ കലഹിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ സമർത്ഥമായിട്ട് ഡീൽ ചെയ്തിട്ടോ ആവാം ഇപ്പോൾ ഇത് രണ്ടും എനിക്ക് സാധ്യമായത്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത്? അഡ്വക്കേറ്റ് ആയിരുന്നതാണോ, രാഷ്ട്രീയക്കാരി ആയിരിക്കുന്നതാണോ? എനിക്ക് ആസ് എ ലോയർ കുറേ സമയം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാൻ വർക്ക് ചെയ്ത സമയമൊക്കെ എനിക്ക് കുറേ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. രണ്ടും ഒരുപോലെയാണ്. എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ജോബാണ് ഒരു ലോയർ ആവുക എന്ന് പറയുന്നത്. നേരെ ഒപ്പം തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ട് ഓഫ് ദ ലൈഫായി മാറി. അപ്പം രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്ന, എനിക്ക് രണ്ടിനെയും മാറ്റി മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഹരിതയിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു എൻ്റെ ഫ്ലോ മൊത്തത്തിൽ കിളി പോയ ഹരിതയുടെ കാര്യം പറയാം. ഇപ്പം ഹരിതയിൽ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് അത് പിരിച്ചുവിടുന്നു, ആകെ പ്രശ്നമാകുന്നു, പിന്നെ വീണ്ടും തിരിച്ചു വരുന്നു. ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്? എങ്ങനെയാണ് അതൊന്ന് ഒതുക്കി എല്ലാം സെറ്റായി വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്? എങ്ങനെയാണ് വിവാദം പ്രോപ്പർലി അത് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, പല ആൾക്കാരും അതിനെ പല രൂപത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞു വെച്ച കാര്യങ്ങളും അല്ലാത്തതൊക്കെ സ്ക്രീനിൽ ഇപ്പം ഉണ്ടല്ലോ. നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ വീണ്ടും ആ സാധനത്തിന് നമ്മൾ എടുത്തു കൊണ്ടുവന്ന് സംസാരിച്ച് വഷളാക്കേണ്ട ഒരു രൂപത്തിലേക്ക് വരും. വളരെ ഭംഗിയായിട്ട് അമിക്കബിളായിട്ട്, ഞാൻ ആ വാക്കാണ് യൂസ് ചെയ്യുക, അമിക്കബിളായിട്ട് ആ വിഷയത്തിൻ്റെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും സംസാരിച്ച് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും പേടിയല്ല. ഞാൻ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത, നിങ്ങളതിനെ ജാഗ്രത എന്ന് വിളിച്ചോളൂ.
ഞാൻ ജാഗ്രത കാണിക്കുന്നു എന്ന് മാത്രം. ഇപ്പം ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിന് ഇങ്ങനെ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാശി പലപ്പോഴും പല ആളുകളിലും കാണാറുണ്ട്. ആ ഒരു പിന്നെ എന്താ പറയുക, കസ്റ്റമറി രീതി ഒന്ന് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പം ആ വിഷയത്തിൻ്റെ പരിഹാരം എന്താണ്, ആ വിഷയത്തിൽ എൻഗേജ് ചെയ്ത ആൾക്കാർക്ക് അറിയാതെ എന്താണ് പരിഹാരം വേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അതിനെയൊക്കെ വളരെ ഭംഗിയായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വിഷയത്തിൽ പിന്നെ ഒരു നിലപാടെടുത്ത ആളാണ്. ആ നിലപാട് ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. ആ നിലപാട് പിന്നെ മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലും മാറ്റേണ്ടി വന്നിട്ട് ഞാൻ മാറ്റിയതായിട്ട് എവിടെയും കാണാനും പറ്റില്ലല്ലോ നിങ്ങൾക്ക്. ബാക്കിയൊക്കെ നമ്മൾ ഈ വായുന്ന് ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കുകയാണ്. അത് അങ്ങനെയാണല്ലോ, ഇങ്ങനെ തീരുമാനം എടുത്തല്ലോ. എൻ്റെ റൈറ്റിങ്ങിലോ എൻ്റെ മൗത്ത് നിന്നോ അത്തരത്തിലുള്ളൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ പറഞ്ഞതോ കേട്ടതോ ആയിട്ടുണ്ടെങ്കിൽ അതല്ലേ ആളുകൾ ഏറ്റവും ഫസ്റ്റ് വിശ്വസിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ആ ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്. നമുക്കൊരു വിഷയത്തിൽ നിന്ന് അപ്പുറത്തെ വിഷയത്തിലേക്ക് പോകണ്ടേ, അടുത്ത വിഷയത്തിലേക്ക് സംസാരിക്കണ്ടേ. അപ്പോൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കൂല ആളുകൾ, ഈ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണോ ഈ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും നേരിടേണ്ടി വരുന്നത് എന്ന്? ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേക അജണ്ട ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും അജണ്ട ഉണ്ടായിട്ടുണ്ട്. തോന്നുന്നു എനിക്ക് ഈ പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ ജാഗ്രത കാണിക്കേണ്ടി വരുന്നതാണ് എന്നൊരു വിമർശനം കൂടെ വരില്ലേ? ഇല്ലില്ല, അതിൻ്റെ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുന്ന ആളുകൾക്ക്, ഈ വിഷയത്തിനെ പഠിച്ച ആളുകൾക്ക്, ഇനിയിപ്പം വിഷയത്തിനപ്പുറത്തേക്ക് ആർക്കാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അറ്റ് ദ ഫൈനൽ അതിൽ പരിഹാരം കാണുക, സമാധാനം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എത്ര സംസാരിച്ചാലും ഏത് വിഷയം ഇനിയിപ്പോൾ എന്തിനേറെ വലിയ വാറ് നടക്കണ്ടല്ലോ, ഇൻ്റർനാഷണൽ വാറ് നടക്കല്ലേ, ആ വിഷയത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ അതിൻ്റെ ഫൈനൽ എന്താ വേണ്ടത്? പീസ്, സമാധാനമല്ലേ വേണ്ടത്. ആ സമാധാനം വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ ലോകത്ത്. അപ്പോൾ അവരിപ്പോഴും ഇങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കും. അത് ഈ കാണുന്ന രൂപത്തിൽ വലിയ മിസൈലുകളൊന്നും ആയിരിക്കില്ല. അതപ്പുറത്തുനിന്ന് ഇങ്ങനെ ഈ തരത്തിലുള്ള ഓ നോ അതങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്, ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അവിടെ എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? സമാധാനം, പീസ് നഷ്ടപ്പെടാൻ പോവാം. അങ്ങനെ വേണ്ട. നമുക്കൊരു കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ആ ഫയൽ ഓപ്പൺ ചെയ്ത് പുതിയൊരു നെറേറ്റീവ് കൊണ്ടുവന്നു വീണ്ടും എന്തിന് നമ്മൾ പുതിയ വിഷയങ്ങളിലേക്ക് കടക്കാം, പുതിയ സമാധാനത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. എത്ര കാര്യങ്ങൾ ഇനി ഇവിടെ സോൾവ് ചെയ്യാൻ കിടക്കുന്നുണ്ട്, അതൊക്കെ സോൾവ് ചെയ്തൂടെ നമുക്ക്? ഇപ്പോൾ താഹ്ലീനെ വെച്ച് നോക്കുമ്പോഴേ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിൽ വളരെ ചുരുക്കം പേര് ഇത്ര സധൈര്യം ഇങ്ങനെ സംസാരിക്കാൻ, പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ളൂ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇന്നത്തെ തഹ്ലിയ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പോലും എൻ്റെ ഈ ഫൈറ്റ് ഉണ്ടല്ലോ അത് വെറുതെ ആയിട്ടില്ല, ഞാൻ വേണ്ട വിധം പരിഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വന്നു എന്ന് തഹ്ലിയക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലത് ചെയ്യുന്നത് ചില കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് അത് എനിക്ക് ഇന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പരിഗണന ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പ്രോബ്ലം വരുന്നത്. ഞാൻ ഇത്രയും കാലം എൻ്റെ രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, ഒരു കാര്യം ആഗ്രഹിച്ചിട്ടല്ല. പെർട്ടിക്കുലർ വിഷയം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അതായത് ഉയർത്തിയ വിഷയം വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ വിഷയമാണെങ്കിൽ അതുൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത്രയും കാലം സംസാരിച്ച വിഷയങ്ങളൊക്കെ ആ ഗൗരവത്തിൽ പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടീൻ്റെ ഉള്ളിലാണ് സംസാരിച്ചത് എങ്കിൽ അതിൻ്റെ വേവ് പാർട്ടിയുടെ പുറത്തേക്ക്, അതിൽ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ആളുകൾ അതിന് ചില കാര്യങ്ങളോട് നമ്മളൊന്ന് ഇരുന്ന് ഓക്കെ ഇതിങ്ങനെ ആയിരുന്നു നല്ലത് എന്നൊക്കെയുള്ള അതൊക്കെ ഇമ്പാക്റ്റാണ് അതൊക്കെ. അപ്പോൾ ആ ഇമ്പാക്റ്റിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ആരെയും മാറ്റിമറിക്കുക അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്നൊന്നുമല്ല. ഈ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സ്ഥാനം വേണം, ഈ പാർട്ടിക്കുള്ളിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം വേണം, എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ ഒരു സ്പേസ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു സ്പേസിലേക്ക് എങ്ങനെയാണ് വന്നെത്തുന്നത്? അതെ അത് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഞാൻ ലക്കിലി ഇനഫാണ്. എനിക്ക് ഞാൻ ഒരുപാട് ബ്ലെസ്ഡാണ്. ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ല, ഇത് ഈ ലക്കിയാണോ അർഹതയാണോ ഏതാ? അത് അതിനെപ്പറ്റി ഞാൻ അർഹത പെട്ട ആളാണെന്ന് ഞാൻ തന്നെ പറയുന്നത് ശരിയില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് ചെയ്യുടെ പ്രവൃത്തികളും എൻ്റെ ഐഡിയാസും കൊണ്ട് എനിക്കിത് കിട്ടാൻ എന്ന് ആഗ്രഹിക്കും നമ്മളെല്ലാവരും. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എത്ര ആളുകൾ ഇപ്പം MSFലാണെങ്കിൽ എത്ര തൗസൻഡ്സ് ഓഫ് പെൺകുട്ടികളുണ്ട്, തൗസൻഡ്സ് ഓഫ് ആൺകുട്ടികളുണ്ട്.
അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഒരാളെ പിക്ക് ചെയ്തിട്ട് ഓക്കെ യു ആർ ഗോയിങ് ടു ബി ഇൻ ദിസ് പൊസിഷൻ എന്ന് പറഞ്ഞ് നിങ്ങളതാക്കുമ്പോൾ നിങ്ങളത് ഏബിളാണ് എന്ന് ഇതിൻ്റെ ലീഡർഷിപ്പ് കണ്ടെത്താണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുന്നതിൽ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് ഓക്കെ ഞാൻ ഏബിളാന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പിന്നെ ക്രിഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അർഹത ഉള്ള ആളാണോ അർഹതയില്ലാത്ത ആളാണോ എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ ജഡ്ജ്മെൻറ്റിൽ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. അത് ഞാൻ തന്നെ പറയുന്നതിൽ ശരിയില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പറഞ്ഞില്ലേ MSF ഒരു തൗസൻഡ്സ് ഓഫ് ഫീമെയിൽ ലീഡേഴ്സ് ഉണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന്. പക്ഷെ നമ്മുടെ ഈ മുസ്ലിം ലീഗിനെ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോഴാണ് 2026 രണ്ടുപേരും മത്സരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം മുസ്ലിം ലീഗ് എപ്പോഴും നേരിടുന്നൊരു സംഭവമാണ്. അതിലൊരു ടേക്ക് എന്തായിരിക്കും? മുസ്ലിം ലീഗ് എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ അത്രയും മുൻനിരയിലോട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്, MSF കുറേ പേരുണ്ട്. പക്ഷെ വർക്ക് ചെയ്യുന്ന ആളുകളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ മുൻനിരയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് ആ എണ്ണം. ഈ പറയുന്ന പോലെ പെൺകുട്ടികളില്ല എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ ആൾക്കാർ താഴെ ലെവലിൽ ഇഷ്ടം പോലെ സ്ത്രീകളെ എന്റെ സുഹൃത്തുക്കളെ തന്നെ ലീഗിനുള്ളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് സ്ത്രീകൾ ലീഗിലും ആക്ച്വലി ഉണ്ട്, പക്ഷെ ഒരു സെർട്ടൻ പൊസിഷനിലോട്ട് ഒരു ചെറിയ എമൗണ്ട് ഓഫ് സ്ത്രീ. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏത് രാഷ്ട്രീയ സംഘടനയെ പരിശോധിച്ചാലും അതിലേറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുകയും റോളിലേക്ക് വരികയും ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത്. നമ്മളൊക്കെ ഇത്രയും കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ ഇവർക്ക് എവിടെ പൊസിഷൻ കൊടുത്തതെന്ന്. അതിപ്പം ലീഗിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു റോൾ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പം ലാസ്റ്റ് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റിയിലേക്ക് സെക്രട്ടറി ആയിട്ട് ഇപ്പം കൂത്തുപറമ്പ് മത്സരിച്ച ജയന്തി ചേച്ചി ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്, പാർട്ടിയുടെ നാഷണൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിലേക്ക് ലേഡീസ് വരുന്നു. പിന്നെ ഹരിതയിലുള്ള പെൺകുട്ടികൾ ഇപ്പോൾ പിന്നെ MSF കമ്മിറ്റിയിൽ വരുന്നു. ഞാൻ നാഷണൽ കമ്മിറ്റി MSF വർക്ക് ചെയ്ത ആളാണ്. യൂത്ത് ലീഗിൽ ഇപ്പോൾ 20% ഭാരവാഹിത്വത്തിലേക്ക് സ്ത്രീകൾ വരണമെന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ മെമ്പർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഒരു വലിയ ചേഞ്ചിന് വിധേയമാവുന്നുണ്ട്. നേരെ മറിച്ച് മറ്റുള്ള സംഘടനകൾ, പരാതി പറയുന്ന ആളുകൾ അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് അക്യൂസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ സംഘടനകളുടെ ഒരു അവരുടെയൊക്കെ ഒരു ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഈ സ്ഥാനങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോഴേ ആ എണ്ണം ഭയങ്കര തുച്ഛം തന്നെയല്ല അപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മത്സരിച്ചതാണെങ്കിലും 2 പേരാണ്, 2026 2 പേർക്കാണ് സീറ്റ് കൊടുക്കുന്നത്. നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കഴിവുള്ളവർ ഇല്ലാഞ്ഞിട്ടല്ല. പാർട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, പാർട്ടി ആർക്കാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. കണക്ട് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഒരു വനിതാ MLA ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന് പറ്റാത്ത കാര്യം, ലൈക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം മലപ്പുറം ജില്ലകളിൽ പോലെ പാർട്ടിക്ക് ഷുവർ ഷോട്ട് സീറ്റുകൾ ഒരുപാടുണ്ട്. പക്ഷെ 2 വനിതാ സ്ഥാനാർത്ഥികളുള്ളത്, ഒരാൾ കൂത്തുപറമ്പ്, ഒരാൾ പേരാമ്പ്രയാണ്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സീറ്റുകളാണ്. അപ്പം ഒരു വനിതാ MLA അങ്ങനത്തെ ഒരു ഷുവർ ഷോട്ട് സീറ്റ് കൊടുത്ത് ഒരു വനിതാ MLA ഉണ്ടാക്കാൻ ലീഗിന് കഴിയുമെന്നിരിക്കെ 2 വനിതകളെയും ഇങ്ങനെ ഒരു പോരാട്ടത്തിനായി അയച്ചിട്ടാണുള്ളത്. അപ്പം അത്തരം കുറച്ച് അതില്ലേ എനിക്ക് തോന്നുന്നത് അതിന് ആ ലെവലിൽ കാണണ്ട. നമ്മൾ ഷുവറായിട്ടുള്ള സീറ്റ് തന്നെ നമുക്ക് തരണം എന്നുള്ള. ഇപ്പം എന്നെ പാർട്ടി പരിഗണിക്കുമ്പം ഞാൻ വിചാരിക്കുന്നുണ്ടാവുക പാർട്ടിക്ക് പേരാമ്പ്രയിലേക്ക് ഇറങ്ങിയിട്ട് പേരാമ്പ്രയിലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ, അവിടെയുള്ള പിന്നെ വോട്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇളക്കം ഉണ്ടാക്കാൻ, പേരാമ്പ്ര പിടിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ. അതിലെൻ്റെ ജെൻഡർ നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജെൻഡറിനപ്പുറത്തേക്ക് പാർട്ടി ഇൻഡിവിജ്വലി ആ കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാവണം പേരാമ്പ്രയിലേക്ക് എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. ജയന്തി ചേച്ചിയെ കൂത്തുപറമ്പിലിടുന്നത് ജയന്തി ചേച്ചിക്ക് അവിടെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാവണം ജയന്തി ചേച്ചി അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെ മെയിൽ ഫീമെയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരാൾ ഈ പൊസിഷനിലിട്ടു അങ്ങനെ ഒക്കെ കൺസിഡർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കപ്പാസിറ്റി എന്താ. ഇപ്പം ഞാനൊക്കെ ഒരു യങ് ഫേസ് ആണല്ലോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് എനർജി ഇട്ടിട്ട് പിന്നെ പിടിച്ചെടുക്കാൻ്റെ സീറ്റുകൾ തരിക, അത് പാർട്ടി അതിനുള്ളൊരു കപ്പാസിറ്റി നമ്മൾ കാണുന്നത് കൊണ്ടാണല്ലോ. പിന്നെ യൂത്തിന് ഇത്രയും സീറ്റുകൾ കൊടുക്കുമ്പോൾ യൂത്ത് ചില സീറ്റുകളൊക്കെ പിടിച്ചുകൊണ്ട് വരട്ടെ എന്നുള്ള ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ചതായിരിക്കും. പക്ഷേ ന്യായീകരണം മാത്രമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വാദമല്ലേ? അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള പുരുഷന്മാരും പാർട്ടിയിലുണ്ട്, അവർക്ക് പോയിട്ട് പിടിച്ചെടുക്കായിരുന്നല്ലോ.
പുരുഷന്മാർക്ക് മാത്രമേ പിടിച്ചെടുക്കാൻ അല്ല അതല്ല പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം എന്നതിന്റെ വാദമാണ് പറഞ്ഞത്. അവർക്ക് അല്ല, പിടിക്കാറില്ലല്ലോ. ഞാൻ അതിൽ എൻ്റെ സനു പറഞ്ഞ ഒരു സാധനം ഇല്ല. അല്ല എനിക്ക് തോന്നുന്നു മേ ബി ഈ ചോദ്യം വന്നത് ഈ ലീഗിന്റെ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും അവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം നമ്മൾ കാണാറില്ല. പിന്നെ പൊതുവെ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കളിയാക്കി പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് വനിതകൾക്ക് വേണ്ടി ലീഗ് ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ പോലും അതിന്റെ ഫ്ലെക്സ് ബോർഡിൽ പോലും ഒരു വനിതേന്റെ ഫോട്ടോയോ അങ്ങനെ ഒരു പോയിന്റ് ഔട്ട് ചെയ്തെന്ന് നമ്മൾ വേറൊരു കാണാറില്ല. കാര്യം കൂടെയുണ്ട്. ഭാര്യ മത്സരിക്കും പക്ഷെ ഭർത്താവാണ് ഭരിക്കാൻ ഭർത്താവാണ് പോകുന്നത്. പഴയതാ, ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഓൾഡ് കാസറ്റാ. അല്ലല്ല, ഇപ്പൊ ഓൾഡ് കാസറ്റ് CD മാറി ഇപ്പൊ വേറെ CD മാറിയെന്നേ ഉള്ളൂ. ഇപ്പോഴും കമന്റ് ബോക്സിൽ നമുക്കതൊക്കെ കാണാം. അതാണ്. ഇത് ആരാ പറയുന്നതെന്ന് അറിയോ? ഇത് സ്റ്റേഷൻ കിട്ടാത്ത ആൾക്കാർ പറയുന്ന ഡയലോഗ്സ് ആണ്. പ്രത്യേകിച്ച് CPM സൈബർ വിങ് എന്ന് വരുന്ന സാധനങ്ങളാ. അവരിപ്പോഴും സ്റ്റേഷൻ പോയത് അറിഞ്ഞിട്ടില്ല, മാറിയത് അറിഞ്ഞിട്ടില്ല, വണ്ടി വിട്ടത്. ആ സ്റ്റേഷൻ പോയത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട്. ഞാനതാ പറയുന്നത്, നിങ്ങളില്ലേ മെയിൽ ഫീമെയിൽ എന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഏബിൾ ആണോ, എബിലിറ്റി ഉണ്ടോ നിങ്ങൾക്ക്, അത് തിരിച്ചെടുക്കുക. എനിക്ക് അതിൽ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ അറിയോ, എനിക്കറിയില്ല എങ്ങനെയാണ് ഈ മെയിൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എലക്ഷനെ കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ കുറ്റിച്ചിറ മത്സരിച്ചപ്പോഴും ഇപ്പോൾ പേരാമ്പ്ര മത്സരിച്ചപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്, നമ്മളെ മുന്നിൽ വരുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന പോലെ ഒരു പുരുഷൻ എങ്ങനെ പോകാൻ പറ്റുന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയ ഒരു വൈഡർ സ്പേസ് മുന്നിലുണ്ട്. ഒരു സ്ത്രീയായിട്ട് ഒരു സ്ഥലത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്ന സ്പേസിൽ എത്രയോ ചുരുങ്ങിയിട്ടാവും ഒരു പക്ഷേ ഒരു പുരുഷനായിട്ടുള്ള ഒരാൾക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുക. അപ്പം അത് സ്ത്രീകളോട്, പ്രായം ചെന്ന ആൾക്കാരോട്, യുവാക്കളോട്, പിന്നെ അവിടെയുള്ള ഒരു എന്താ പറയുക, പിന്നെ വോട്ടേഴ്സായിട്ടുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഡിഫറെൻറ്റാണ്. ഒരു ഫീമെയിലിന് കിട്ടുന്ന സ്പേസ് വളരെ ഡിഫറെൻറ്റാണ്. ഇപ്പോൾ റിസർവേഷനെ കുറിച്ച് സംസാരിക്കില്ലേ, ഞാൻ വിശ്വസിക്കുന്നു റിസർവേഷൻ വന്നാലും ഇതിലാരും ഒലിച്ചു പോകാൻ പോകുന്നില്ല. നമ്മുടെ ഇടയിലുള്ള സ്ത്രീകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓളുണ്ട്, അത് വേറെ തന്നെയാണ്. അപ്പം നമ്മളിപ്പം ഷുവർ സീറ്റ് ചോദിക്കുന്നത് എന്തിനാ, നമുക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നത് എന്താ, ഷുവർ അല്ലാത്ത സീറ്റുകളിൽ സ്ത്രീകൾ മത്സരിച്ചിട്ട് അവർക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക പിന്നെ സ്ത്രീകളായതുകൊണ്ട് അവർക്കൊരു സ്പേസ് കൂടുതൽ കിട്ടാറുണ്ട്. എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു സ്ത്രീക്ക് കൊടുക്കായിരുന്നില്ല, ഒരാൾ പിടിച്ചെടുക്കട്ടെ, ഒരാൾ നിർബന്ധമായിട്ടാവട്ടെ. അതെന്താ അറിയോ, നമ്മൾ പോരാന്ന് നമുക്ക് തോന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. നമ്മൾ പോരും, നമ്മൾ അതിനേക്കാൾ നമ്മൾ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരാ. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ക്രൗഡ് പുള്ളിങ്ങിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് ഫാത്തിമ തഹ്ലിയ എന്നൊരു സംസാരമുണ്ട്, കേട്ടിട്ടുണ്ടോ? അത് എന്നോട് ആരൊക്കെയോ അവിടുന്നൊക്കെയോ പറയുന്നുണ്ട്. അത് അല്ല, അതിനെ കുറിച്ച് എന്താ തോന്നുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഞാനായിട്ട് നിൽക്കാനും ആൾക്കാരോട് സംസാരിക്കാനും എനിക്ക് അല്ല, ആ ഒരു എനർജിയും ആ ഒരു വൈബ്രന്റും ഉള്ളൊരു യങ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാവാം നമ്മള് യങ്സ്റ്റേഴ്സ് യൂത്ത് മത്സരിക്കുന്നതിന്റെ ഒരു സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യവും. സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം മാത്രമല്ല, ഫാത്തിമ തഹ്ലിയ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു അയലത്തെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി, ആ ഒരു മൂഡാണ്. പേരാമ്പ്രയിൽ ആക്ച്വലി എലക്ഷൻ്റെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. എല്ലാവർക്കും വാശിയായിരുന്നു, എങ്ങനെയായാലും വേണ്ടിയില്ല ജയിക്കണം. ആ വാശി എങ്ങനെയാണെന്നറിയോ, ഞങ്ങളെ വീട്ടിലെ കുട്ടി മത്സരിക്കുകയാണ്, എൻ്റെ മോള് മത്സരിക്കുകയാണ്. അങ്ങനെ ആ സ്പിരിറ്റിൽ ലാസ്റ്റിലായപ്പം ആൾക്കാർ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം കുട്ടിക്കളി എല്ലാം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു LDF ക്യാമ്പിൽ നിന്ന്. അപ്പോൾ പിന്നെ ആൾക്കാർ അതിന് വേറൊരു സ്റ്റൈലിൽ കൊണ്ടുപോയി. ഞങ്ങളെ കുട്ടിയാ, അപ്പോൾ ഞങ്ങളെ കുട്ടിക്ക് ജയിക്കണം, ഞങ്ങൾക്ക് ഏറ്റവും ആക്സസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോയി. അല്ല, ഇങ്ങനെ ഓരോ വീടുകളിലേക്കും ഇലക്ഷനൊക്കെ പോകുമ്പോഴേ പല ടൈപ്പ് വോട്ടർമാരെ കാണും. ഇപ്പം ഭയങ്കര സ്നേഹത്തോടെ മോളെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന, വോട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന, അത് മറുഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്യില്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന, ചാലഞ്ച് ചെയ്യുന്ന വോട്ടേഴ്സ് ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് വോട്ടർമാരാണ് ഫാത്തിമ തഹ്ലിയക്ക് ഏറ്റവും കൂടുതൽ? എനിക്ക് കിട്ടിയ ഉമ്മകൾക്കൊന്നും കണക്കില്ല. ഒരുപാട് എത്ര ഉമ്മകളാണെന്നറിയോ, അമ്മമാരുടെ പിന്നെ തിരുവസ്ത്രം അണിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പ്രാർത്ഥനകൾ, പിന്നെ രോഗികളായിട്ടുള്ള ആൾക്കാരെ കാണാൻ പോകുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവിടെ ആരെങ്കിലും കരഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ വെള്ളം വരും. അപ്പോൾ അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, കൈ പിടിച്ചും കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ആൾക്കാരുണ്ട്. ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇങ്ങനത്തെ ആൾക്കാരെ സ്നേഹം കൊണ്ട് എനിക്ക് വീഡിയോ. അതെ, അത് തുടക്കത്തിൽ, അതെനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ടീം ആ വീഡിയോ ഇറക്കിയത്. ഫസ്റ്റ് പര്യടനം തുടങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു മകൻ കൊണ്ടുവന്ന് തന്നതാ, അവന് കൊടുത്ത ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ വന്ന്, കുട്ടികൾ, ചെറിയ കുഞ്ഞു മക്കൾ വന്നിട്ട് ചെറിയ ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്.
പെയിൻറ്റിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പറ്റുന്ന രൂപത്തിലൊക്കെ വരച്ചിട്ട്. അതുപോലെ ചില ആൾക്കാരൊക്കെ വന്നിട്ട് കൈ പിടിച്ചു അടിച്ചിട്ട് എനിക്ക് നല്ല വേദന ഉണ്ടാവും. ആ അടി എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരെ സ്നേഹവും വികാരവുമാണ്. അപ്പൊ അങ്ങനെ അത് ഞാൻ വളരെ ഈ ഡയലോഗ് തന്നെയാ. കുഞ്ഞു മക്കളൊക്കെ വന്നിട്ട് ജയിക്കണേ ജയിക്കണേ. അപ്പം ജയിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണ്ടേ, ഇതുപോലെ അവർ പറ, അവരെ പ്രാർത്ഥനയാണത്. വലിയ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്നു. വോട്ടില്ലാത്ത പിള്ളേർക്ക് പോലും അവരുടെ മനസ്സിൽ കയറി പറ്റാം എന്ന് പറയുന്നത്. അതെ, ഇന്നലെ ഞാൻ പേരാമ്പ്ര പോയപ്പം ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പേ 2 വീലറിൽ ഒരു ഫാമിലി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മോൻ ഓടി വന്ന് പറഞ്ഞു, ഞങ്ങൾ പടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ആവേശം യഥാർത്ഥത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ. ഈ രാഹുൽ ഗാന്ധിന്റെ കൺവെൻഷൻ പരിപാടിക്ക് ഫാത്തിമ തഹ്ലി വരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ഓടി വരുന്നു, കുറേ ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ബാരിക്കേഡിന് ഇപ്പുറം നിന്ന്. അതൊക്കെ നല്ല ഇതിൽ കണ്ടായിരുന്നു. അതെ, അതൊക്കെ റിയലാണ്. അതൊക്കെ ആൾക്കാർ അതാ പറഞ്ഞത്, അവരുടെ ഒക്കെ സ്നേഹമാണ്. ആളുകൾ വളരെ വൈകാരികമായിട്ട് അവരെ വീട്ടിലെ മോള് അവരങ്ങനെ തന്നെ കാണുന്നത്, അവരെ സ്വന്തം കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ആ പ്രതീക്ഷ എനിക്ക് തരുന്നുണ്ട്, ആ സ്നേഹം തരുന്നുണ്ട്. നമ്മൾ പേരാമ്പ്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1980 തൊട്ടൊരു ഇടത് കോട്ടയാണ് ആ ഒരു മണ്ഡലം. ഓപ്പോസിറ്റ് നിൽക്കുന്നത് TP ആണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു. അങ്ങനൊരു ശക്തനായൊരു എതിരാളി. പക്ഷെ ഫാത്തിമ തഹ്ലി അവിടെ വന്ന ടൈമിൽ ആ ഒരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഇത് ഡീല് ചെയ്യുമെന്നുള്ളത്. ഞാനേ അങ്ങനെ പേടി എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ പേടിക്കുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഞാനൊരു വിഷയത്തിന് കൊണ്ടുപോകൽ യഥാർത്ഥത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലാണ് ആശങ്കയും പേടി പറഞ്ഞ ഭയത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരൽ. അപ്പം ഞാൻ എൻ്റെ 100% അവിടെ ചെയ്യുക. ആസ് എ കാൻഡിഡേറ്റ് ഞാൻ ഒരിക്കലും മോശമായിപ്പോയി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചുകൂടെ എനർജി വേണ്ടിയിരുന്നു, കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവുക. അപ്പം ഞാൻ എൻ്റെ ഫുൾ 100% അവിടെ ചെയ്യാൻ, അവിടെ ഇടാനുള്ള ശ്രമം നടത്തി. അത് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റാത്ത കാര്യമാകുമ്പോഴാണ് പ്രശ്നം. പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായി, ഇറങ്ങി ആൾക്കാരെ കണ്ടു. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കമ്മ്യൂണിക്കേഷനാണ്. സംസാരിക്കുക ആൾക്കാരോട്, അവർ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ അടുത്തുണ്ടാവുക, അവർക്ക് തോന്നുക നമ്മൾ അവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ഭംഗിയായിട്ട് ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ TP രാമകൃഷ്ണനായിട്ടുണ്ടായിട്ടുണ്ടോ? 2 തവണ അദ്ദേഹത്തിനെ ഞാൻ ഫീൽഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ഉത്സവം കഴിഞ്ഞ് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പര്യടനത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു തവണ കണ്ടിട്ടുണ്ട്. 2 തവണ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. സുഖാണോ എന്ന് ചോദിച്ചു, അദ്ദേഹം ചിരിച്ചു, ആണെന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു വിജയപ്രതീക്ഷ എന്താണ് മൊത്തത്തിൽ നോക്കുമ്പോൾ? UDF എന്തുകൊണ്ടോ ഇത്തവണ ഞങ്ങൾ UDFന്റെ മുഖ്യമന്ത്രി അധികാരമേൽക്കും. 100 കിട്ടും. 100 കിട്ടും. ആരാകും ഫ്രഷ് ക്വസ്റ്റ്യൻ, ആരാകും മുഖ്യമന്ത്രി? അല്ല ആ കാര്യമൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല. ഇതിങ്ങനെ പറയുമ്പോൾ ഓക്കെ ഡിപ്ലോമാറ്റിക് ആൻസർ ഒന്നും നിങ്ങൾ എടുക്കണ്ട. അതിൽ പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ന്യൂസ് കണ്ടല്ലോ, എല്ലാവരും അതിന് കാലിബറുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഇത്രയും ചെറിയ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. അതിനൊക്കെ തീരുമാനം എടുക്കാനുള്ള ഹൈക്കമാൻഡ് സെറ്റപ്പ് ബോഡി ഞങ്ങൾ. അങ്ങനെ സ്വയം ഒരു ഞാൻ ഇത്രയേ ഉള്ളൂ പാർട്ടിയിൽ എന്ന് പറഞ്ഞ് ഈ ഒരു വിനയത്തിലാണോ എപ്പോഴും നിൽക്കുന്നത്? അല്ല, അത് വിനയത്തിൻ്റെ ലെവലല്ല. അത് നമ്മളല്ല സ്റ്റാർട്ടിങ്, പുതിയ ഫേസസ് അല്ലേ. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. പാർട്ടി പൊളിറ്റിക്സിന് മുന്നോട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ കാണാനൊക്കെ പറ്റുന്ന നല്ല ടീം UDF അത് കറക്റ്റായിട്ട് ഇത്തവണ വർക്കായി. അല്ല, ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായപ്പോഴും ഫാത്തിമ തഹ്ലിയെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? ഫാത്തിമ തഹ്ലി അതെന്റെ ലീഡേഴ്സിന് ആരെങ്കിലും നിങ്ങളിവിടെ ഇരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യാ, എന്തുകൊണ്ട് അവരെന്നെ, അത് എനിക്ക് അറിഞ്ഞൂടാ. ഫാത്തിമ മതി എന്ന് തോന്നാനുള്ള കാരണം അങ്ങനെ ഒരു സാധനം എങ്ങനെയപ്പോ ഞാൻ പറയാ, എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താന്നുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ലീഗിനൊരു വനിതാ മന്ത്രി ഉണ്ടാവൂ? ഫ്രഷ് ചോദ്യം. ജയിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ആ കാര്യങ്ങൾ. ലീഗിന് മന്ത്രി ഉണ്ടാവോ, വനിതാ മന്ത്രി ഉണ്ടാവോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ
പക്ഷേ നല്ലതാ. ക്യാമ്പയിൻ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ താഴെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ ശബ്ദം ഞങ്ങൾക്ക് നിയമസഭയിലും കേൾക്കണമെന്നൊക്കെ. അതെ അതെ അത് MLA കേൾക്കാൻ പറ്റുമല്ലോ. അല്ല, അങ്ങനെ ഒരു മന്ത്രി വേണം എന്നൊരു ആഗ്രഹമില്ല. എന്ന് വെച്ചാൽ ഫാത്തിമയ്ക്ക് മന്ത്രി ആവണം എന്നല്ല, പക്ഷെ ലീഗിനൊരു വനിതാ മന്ത്രി വേണം എന്നൊരു ആഗ്രഹമില്ല. എനിക്ക് എന്തുകൊണ്ട് ആഗ്രഹിക്കില്ല? തീർച്ചയായിട്ടും നമ്മളൊക്കെ സ്വപ്നമല്ലേ അങ്ങനെ ഒരു വനിതാ മന്ത്രി വരുന്നത്. ഇനി കേരളത്തിൻ്റെ പിന്നെ ഭരണം ഒരു വനിതാ മുഖ്യമന്ത്രി കൈയാളുന്നതിനെ കുറിച്ച് സ്വപ്നം കാണി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അപ്പോൾ വനിതാ മന്ത്രിമാർ കൂടുതൽ വരട്ടെ. അപ്പം അതിൽ ലീഗിനൊരു വനിതാ മന്ത്രി ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വെൽക്കമിങ് ആണ്. ഇപ്പോൾ LDF ക്യാമ്പുകളിൽ ഇതൊരു കുട്ടിക്കളിയല്ല എന്നുള്ളൊരു പ്രചാരണം ഉണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതൊരു കുട്ടിക്കളി എന്നുള്ളൊരു പ്രചാരണം വരുന്നത് ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഒരു സ്ത്രീ ആയതുകൊണ്ടും ആ തരത്തിലാണ് അങ്ങനത്തെ ഒരു പ്രചാരണം അവർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ച് പൊതുവെ തഹ്ലിയെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് അദൃശ്യമായിട്ടുള്ള ഒരു ബാരിയർ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇപ്പം നേരത്തെ അരീജ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ എണ്ണത്തേക്കാൾ വളരെ കുറവാണ്. മുഴുവൻ നമ്മൾ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കിയാൽ പോലും വളരെ തുച്ഛമാണ് സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത്. നമ്മൾ ദിനം കാണുന്നത്. അപ്പോൾ ഒരു അദൃശ്യ ബാരിയർ സ്ത്രീകൾക്ക് ഒരു പരിധിക്കപ്പുറം വളരാൻ സാധിക്കാത്ത തരത്തിൽ ഉണ്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ബാരിയേഴ്സ് ഒരുപാട് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരാളെ കാണുന്നത് അവർ ഒരുപാട് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്തതിന് ശേഷം, കുറേ മുന്നോട്ട് വന്നതിന് ശേഷം അവരുടെ സഹനങ്ങൾ, അവർ കടന്നു വന്നിട്ടുള്ള ഈ പറയുന്ന ഓരോ കടമ്പകളും അത് അവരുടെ ലൈഫിൽ അവർക്ക് നൽകിയിട്ടുള്ള എനർജി ആയിരിക്കും, അവർക്ക് നൽകിയിട്ടുള്ള പുതിയ ലെസൺസ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് പൊളിറ്റിക്സിലേക്കൊക്കെ കടന്നു വരിക എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ഈസി. എന്തായാലും അതിനൊരുപാട് പ്രതിസന്ധികൾ തീർച്ചയായിട്ടും നേരിടേണ്ടി വരും. അത് പൊളിറ്റിക്സിൽ മാത്രമല്ല എന്ന് തോന്നുന്നു എനിക്ക്. പബ്ലിക് ഫീൽഡിലേക്കൊക്കെ വരുമ്പം പൊതുവായിട്ടുള്ള ഒരു കാണുന്നൊരു കാര്യമാണത്. ഇപ്പോൾ കുട്ടി വിവാദമൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ത്രീ ആയതുകൊണ്ട്, പിന്നെ സ്ത്രീ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് യങ് ആയിട്ടുള്ള ആൾക്കാർ കടന്നു വരുമ്പം പറ്റുമോ, കുട്ടിയല്ലേ, ഈ ഡയലോഗ് ഉണ്ടാവും. യൂത്തിന് സ്പേസ് കൊടുക്കുമ്പോഴൊക്കെ പക്വതയില്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ജനറേഷനും പുതിയൊരു ആളുകൾ ഇവരൊക്കെ വോട്ടേഴ്സായിട്ട് മാറിയല്ലോ. അപ്പോൾ ജെൻസി വോട്ട്സ് വളരെയധികമുള്ള ഒരു മണ്ഡലമായിരുന്നു പേരാമ്പ്ര. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവുക, അവരുടെ സ്വപ്നങ്ങൾ അവർ കാണുന്ന ഒരു പേരാമ്പ്ര ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുക. തീർച്ചയായിട്ടും ബാരിയേഴ്സ് ഉണ്ട്. ബാരിയേഴ്സിനെ സ്ത്രീകൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ എനർജി അതിന് വേണ്ടി അവർ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സംസാരിച്ച് കുറച്ച് വേറൊരു മൂഡിലേക്ക് പോയില്ലേ, നമ്മുടെ കുറച്ച് ഫണ്ണാക്കാനൊരു ഗെയിം ആയാലും. അപ്പോൾ ഇതിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് തുറക്കുക, ആൾ ആരാണെന്ന് നോക്കുക, ഒരു 2 വാക്ക്, സോറി 2 സെന്റൻസ് അവരെ കുറിച്ച് പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഐശ്വര്യമായിട്ട്. ഓക്കെ, KK ശൈലജ ടീച്ചർ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. കഴിഞ്ഞ മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്ന് വരണം എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു. റോൾ മോഡലാണോ? റോൾ മോഡലല്ല, പക്ഷെ എല്ലാ ആളുകളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവുമല്ലോ, അതുപോലെ എടുക്കാൻ ഒത്തിരി ഉള്ള ആൾ തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ വേണ്ടിയ രൂപത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ കേരള നിയമസഭയിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. ശൈലജ ടീച്ചറിന്റെ 2 ക്വാളിറ്റി എടുക്കാൻ പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും? അവരുടെ ട്രൈബിൻ്റെ ഇടയിൽ എങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളൊരു കാര്യമാണ്. അവരുടെ ട്രൈബിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ആ ടീമിനെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഒരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി ആണോ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്. നെക്സ്റ്റ്, നല്ലൊരു ചോദ്യം അരീച്ച കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരാളാണ്, പക്ഷേ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. എന്നെ പേഴ്സണലി ഞങ്ങൾ 2 പേരും പേഴ്സണലി സംസാരിച്ചിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നുന്നത്. തെറ്റിദ്ധാരണകൾ മാറ്റണോ കണ്ടാൽ? അവസരം കിട്ടിയാൽ അത് തെറ്റിദ്ധാരണകൾ എന്നുള്ളത് എനിക്ക് തോന്നലാണ്. അദ്ദേഹം ഓരോ ആൾക്കാർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ള കുറേ തോട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എന്തോ ഒരു ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്
ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റിയും അതിന് വേണ്ടിയിട്ടുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇദ്ദേഹത്തിനല്ലേ താഹിലെ സംഘാവ് എന്ന് വിളിച്ചത് അല്ലേ? സംഘാവ് എന്ന് ഇദ്ദേഹത്തിനെ വിളിച്ചു എന്ന് ഇദ്ദേഹം സ്വയം കരുതിയാൽ എനിക്കൊന്നും പറയാനില്ല. സംഘാവിനെ ബാപ്പൂട്ടിക്ക പൂട്ടി, അങ്ങനെയാണ് ആ പോസ്റ്റിനെ മനസ്സിലായത്. അപ്പം നമ്മൾ മനസ്സിലാക്കുമ്പം സംഘപരിവാറിനെതിരെ എല്ലാ കാലത്തും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു പൊസിഷൻ എടുത്തിട്ടുള്ള ആളാണല്ലോ സ്വരാജ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഘാവ്? അതെ അതെ, നൈസ്, എനിക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റിയൊരു സമയമാണത്. അതെ, ഇലക്ഷനിൽ ആരാ മത്സരിക്കുന്നത്? ഒരു വ്യക്തിയല്ലല്ലോ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ ആ ഐഡിയോളജിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഗോവിന്ദ മാസ്റ്റർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ചില സമയത്ത് BJPയുമായിട്ട് RSSുമായിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പ്രസ്താവന നടത്തുന്നത് ശ്രീ ഗോവിന്ദ മാസ്റ്ററാണ്. അപ്പം ആ ഒരു ഏത് സമയത്ത്, അതും കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷനിൽ എങ്ങനെയൊക്കെയാണോ കമ്മ്യൂണൽ കാർഡ് ഇറക്കിയിട്ട് ഇലക്ഷന് കൊണ്ടുപോകാൻ പറ്റുക, ആ വഴിയൊക്കെ LDFൻ്റെ സംവിധാനം കഴിഞ്ഞ തവണ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ പത്രപരസ്യമാണെങ്കിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിഡൻ്റാണ്. അപ്പം ആ സമയത്ത് സഖാവാണോ സംഘാവാണോ, അതായത് സംഘിയാണോ സഖാവാണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു വാക്ക് സംഘാവ് എന്ന് പറഞ്ഞൊരു വാക്ക് വരുന്നത്. അപ്പം സംഘാവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഐഡിയോളജി, ഇത് രണ്ടും ചേർന്നിട്ടുള്ള മിശ്രിതം തോറ്റു. നിലമ്പൂരിൽ തോറ്റു, ബാപ്പുട്ടി ജയിച്ചു, ബാപ്പുട്ടിക്ക ജയിച്ചു. ആ സംഭവമാണ്. അത് വ്യക്തിപരമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കാണേണ്ട കാര്യമല്ല. അത് ഐഡിയോളജി, ഇതിനെ കുറച്ചുകൂടെ സംഘാവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അപ്പുറത്തേക്കുള്ള റീഡിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പം അത് പേഴ്സണൽ അല്ല, ജസ്റ്റ് നോ നെവർ. പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ഞാൻ പഠിച്ച ആദ്യത്തെ പാഠം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടോ, വ്യക്തിപരമല്ല. ഓക്കെ. ഷാഫി പറമ്പിൽ, ഞാൻ ഇങ്ങനെയല്ല, നിങ്ങൾ ഷാഫിക്കാന്ന് പറയുന്നത് വിചാരിച്ചു. എനിക്ക് ഇപ്പം പേര് പറയുന്നതുകൊണ്ട് ധാരാളം സൈബർ അറ്റാക്കുകൾ നേരിടുന്നവരാണ് എനിക്കറിയാം. ഷാഫിക്ക ഞങ്ങളുടെ എനിക്കിപ്പോൾ പേരാമ്പ്ര ഇലക്ഷനെ ബന്ധപ്പെട്ടിട്ട് എന്നെ ഡെയിലി ഒരു ബ്രദർലി ആയിട്ട് എന്നെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ് അദ്ദേഹത്തിനോട് എനിക്കുള്ളത്. അദ്ദേഹമായിട്ടൊരു സ്റ്റേജിൽ ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു അത്. റോഡ് ഷോ അങ്ങനെ ഇങ്ങനെ റിസ്റ്റ് കൊടുക്കുന്ന ആ ഒരു വീഡിയോക്ക് താഴെ ഭയങ്കര ഹേറ്റ് കമന്റ്സ് ആണ് വരുന്നത്. അതെന്റെ കൺവെൻഷനാണ്, ഫസ്റ്റ് കൺവെൻഷൻ ആയിരുന്നു, പേരാമ്പ്രയിലെ ഫസ്റ്റ് കൺവെൻഷനിലായിരുന്നു അത്. ഈ ഷാഫി വരുന്ന സമയത്ത് നോർമലി ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിനേക്കാൾ സ്ഥലത്തുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നു തോന്നാറുണ്ടോ? ഷാഫിക്കാക്ക് ഓൾവേസ് പിന്നെ അദ്ദേഹം പാൻ കേരളയായിട്ടുള്ള ഒരു ടീം എന്തായാലും ഉണ്ട് സ്നേഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓപ്പൺനെസ്, അദ്ദേഹത്തിൻ്റെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ, ക്രൗഡുണ്ട്. ജെന്യൂൻലി സ്പീക്കിംഗ്, അദ്ദേഹം കേരളത്തിൽ എവിടെ പോയാലും, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ തിരുവനന്തപുരത്ത് അദ്ദേഹം കാൻഡിഡേറ്റ്സിൻ്റെ ഇലക്ഷന് വേണ്ടി പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ക്രൗഡ് നമ്മൾ കണ്ടല്ലോ. അപ്പം ഒബ്വിയസ്ലി അതുള്ളതാണ്. അത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ക്രൗഡ് ആണെന്ന് എതിർപ്പാർട്ടിക്കാർ അല്ല, പറയുന്നത്. ഒരേ ആളുകളെ LDF വരുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഈ സൈഡ് കംപ്ലീറ്റ്ലി അയ്യോ അങ്ങനെ അല്ലേ? ഇതൊക്കെ എപ്പോഴാ നിങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കിയേ. 2026 പറയുന്ന കാര്യങ്ങളാ. വണ്ടി വിളിച്ചിട്ട് ആളെ കൂട്ടി കൊണ്ടുവരാൻ ഇതൊക്കെ അവര് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് ചെയ്യുന്നവരുണ്ട്, അത് നമ്മള് അതാ പറഞ്ഞത്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ UDFൻ്റെ സംവിധാനത്തിൽ അങ്ങനെ വണ്ടി വിളിച്ച ആളെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഞാനിവിടെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതാ പറഞ്ഞത്, സ്റ്റേഷൻ വിട്ടുപോയി എന്നുള്ള കാര്യം ഇപ്പോഴും അറിയാണ്ട് സ്റ്റേഷനിൽ വണ്ടിക്ക് കാത്തിക്കുന്ന ആൾക്കാരെ ഡയലോഗ്സ് ആണ് ഇതൊക്കെ. ആഹാ, നിങ്ങളടുത്ത് വന്നല്ലോ. അതെ അതെ അതെ. എന്താ പറയണ്ടേ, ഇപ്പോൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് കണ്ടൻസ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി, അദ്ദേഹം ബാക്കിയുള്ള ആൾക്കാരുടെ ഐഡിയോളജിയൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ഫോളോവേഴ്സും ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ്, എപ്പോഴും കണ്ടാലൊക്കെ എപ്പോഴും റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആളാണ്. ബഹുമാനം വാക്കിലും കാണുമ്പോഴൊക്കെ എപ്പോഴും തരുന്ന ഒരാളാണ്. ഓക്കെ,
ഫാത്തിമ കുട്ടി കൗമുദകുട്ടി വിവാദത്തിലേക്ക് പറയൂ. അതാണ് ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചു. ആണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി മത്സരിക്കുന്ന സമയത്താണെങ്കിലും കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വടകരയിൽ. ഇപ്പം തഹ്ലിയ പേരാമ്പ്ര മത്സരിക്കുന്ന സമയത്ത് കൗമിലെ കുട്ടിക്ക് വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഉണ്ട് ഒരു മാഷാള്ള സ്റ്റിക്കർ ഒക്കെ ഉണ്ടായിരുന്നു. സിറാത്തിന്റെ പാലുണ്ട്. അതെ, അപ്പൊ അതിനോടൊക്കെ ഉള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ഷാഫിക്ക നടത്തിയൊരു പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. LDF ഇപ്പൊ ഇനി ഇലക്ഷന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വക സംഭവങ്ങൾ വേണം. നിർബന്ധമായിട്ട് അവരിങ്ങനെ അറബിക് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ കമ്മ്യൂണലായിട്ട് ആളുകളെ ചിത്രീകരിക്കാൻ പറ്റുമോ ആ രൂപത്തിലേക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതുവാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ശരിക്കും അത് ഞാനും ആലോചിച്ചു, ഈ കൗമ എവിടുന്നാ വന്നത്? സാധാരണ നമ്മളിങ്ങനെ പറയാറില്ലല്ലോ. സത്യം, നമ്മളെ ഒരു നാവിലുള്ള ഒരു വാക്ക് പോലും അല്ല. മതം അതൊക്കെ. അതെ 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 അതെ. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. എനിക്കറിയില്ല, ഒരു പ്രാവശ്യം തോറ്റാലും ഇത് പഠിക്കുമല്ലോ. ഇപ്പം കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയത്തിൽ അത് പഠിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും പേരാമ്പ്രയിൽ ഇത് പ്രയോഗിക്കില്ലല്ലോ. എന്താ പഠിക്കാത്തതെന്ന് എനിക്കറിയില്ല. ആരോ അവരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് തോന്നുന്നു. തെരഞ്ഞെടുപ്പിൽ മതം ഒരു ഫാക്ടർ ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരണമാണ്. ഇതൊരു മതത്തിൻ്റെ പേരിൽ ആളുകളെ കൂട്ടുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. നേരിട്ട് പറയുന്നില്ലെങ്കിലും വളരെ രഹസ്യമായിട്ട് ഷാഫി പറമ്പിൽ അത്തരം ഒരു ഓപ്പറേഷൻസ് നടത്തുന്നത് വളരെ ഭീകരമായിട്ടുള്ള ചിത്രീകരണങ്ങളാണ് വരുന്നതൊക്കെ. അതാ ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഇവർ ഈ കമ്മ്യൂണൽ വിഷയങ്ങളെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കേരളത്തിൽ ഇത് എന്തിനാണ് ഇവരിങ്ങനെ പോയ്സണസ് ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരു യുവ നേതാവ്, അദ്ദേഹം 24/7 ആളുകളുടെ മുമ്പിലുള്ള വ്യക്തിയാണ്. ഏത് സമയത്തും എവിടെയെങ്കിലുമൊക്കെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ്. ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പുറത്തുനിന്ന് വളഞ്ഞ ചിന്തൻ്റെ പ്രശ്നമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിലമ്പൂരിലാണെങ്കിൽ, വടകരയിലാണെങ്കിൽ, പിന്നെ ഇപ്പം പേരാമ്പ്രയിലാണെങ്കിലൊക്കെ ഈ സംഭവം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കാര്യമായിട്ട് ചിന്തിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയി കിടക്കുന്ന ആൾക്കാരുടെ തോട്ടിൽ നിന്നാണ്. അവരെന്നെ ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി കൊണ്ടുവരുന്നത്. ഇപ്പം പേരാമ്പ്രയിൽ സംഭവിച്ചത് ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞു പോയതൊന്നും അല്ലല്ലോ. റെക്കോർഡഡ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണത്. അങ്ങനെ റെക്കോർഡഡ് അനൗൺസ്മെൻറ്റ് വരണമെങ്കിൽ ഒരാൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ. എന്നിട്ട് ഡിക്ഷണറിയൊക്കെ നോക്കി ഇതർത്ഥം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, അറബി പദമാണല്ലോ, അങ്ങനെ അത് ഭയങ്കര ഒരു തിങ്കിങ് പ്രോസസ്സിന് ശേഷം വരുന്നതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു മൗത്ത് ഇത് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തഹ്ലിക്ക് ഒരു ഗുണകരമായിട്ട് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു വിവാദം വന്നത്? ഇല്ല, ഞാൻ അതിന് ഗുണപരമായിട്ട് എടുക്കുന്നില്ല. അത് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെയും കൂടെ വേദനയാണല്ലോ. ഒരാളെയും മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. ഞാൻ ഒരിക്കലും ചോദിക്കുകയില്ല. എൻ്റെ ഇത്രയും കാലത്തെയും പൊതു ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പക്ഷെ അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ സമുദായം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു? അതായത് പിന്നെ ഈ പറഞ്ഞ അനൗൺസ്മെൻറ്റിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരാതി കൊടുത്തതിന് ശേഷം അത്തരത്തിലുള്ള 3 നോട്ടീസുകൾ എനിക്ക്, അത് കൃത്യമായിട്ട് കഴിഞ്ഞ തവണ LDFൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ പരാതി കൊടുത്തതിൽ ഒന്നാമത്തെ ആൾ. അവർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ല, ഞാൻ അവരുടെ വീട്ടിലേക്ക് പോലും കയറിയിട്ടില്ല, കൂടെ വന്ന ആൾക്കാരാണ് പറഞ്ഞത്. അതിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചു എന്ന് പോലും അവർക്ക് വാദില്ല, അവരെ തോന്നലാണ്. ഞങ്ങളെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം അവർക്ക് തോന്നി അതിങ്ങനെയാണ് എന്ന് അവരുടെ തോന്നലാണ്. അപ്പോൾ എന്തായാലും ഞാനോ എൻ്റെ കൂടെയുള്ള ആൾക്കാരോ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയിട്ടില്ല. നമ്മൾ ആരുടെയും രീതിയോ അതല്ല. അപ്പോൾ ഇതിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് മാത്രമേ മനസ്സിലുള്ളൂ. ഫ്രസ്ട്രേഷൻ ആണോ അതോ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളെ അവർ ഭയപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ഭയപ്പാടിൽ നിന്നുള്ള ഫ്രസ്ട്രേഷൻ തന്നെ ആയിരിക്കും അത്. ഫ്രസ്ട്രേഷൻ LDF ഇമേജ് മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, അതാ പറഞ്ഞത്. ഇപ്പൊ ഷാഫിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. തഹ്ലിയന്റെ ഒരു കരിയർ നോക്കുമ്പം ഈ സൈബർ അറ്റാക്കുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ല. ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരാളാണ്. എന്ന് വെറുതെ ഒന്ന് മുക്കിയാലും മൂളിയാലും വരെ അതിനെ എന്തെങ്കിലും പറഞ്ഞ് പറയാന്നുള്ളതാണ്. അപ്പം പക്ഷെ നമ്മൾ നോക്കുമ്പം ലീഗുകാരും അതിൽ തഹ്ലിയനെ അറ്റാക്ക് ചെയ്തൊന്നുമല്ല, മറ്റു തരത്തിൽ നോക്കുമ്പോൾ ലീഗുകാരും സൈബർ അറ്റാക്കിലിട്ട് പുറകിലൊന്നുമല്ല, അവർ ഭയങ്കര ഇതായിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നലെ നെജ്മ തബ്ഷീറ വിഷുവിൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ അതിന് താഴെ നമ്മൾ കണ്ടു. അപ്പം ഈ പൊതുവെ അതായത് ആൾക്കാരിങ്ങനെ ഒരു മുഖവും പേരൊന്നും ഇല്ലാത്തൊരു സ്പേസിൽ വന്നിട്ട് ആൾക്കാരിങ്ങനെ നമ്മളെ വായിൽ തോന്നി വിളിച്ചു പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം ഒരു ഇത് തടയപ്പെടേണ്ടതല്ലേ?
ആരാ പറയുന്നത് തീരെ സൈബർ അറ്റാക്ക് കിട്ടാത്ത ആൾക്കാരാ. അല്ല, വേദന കൊണ്ട് പറയുവാ. എത്ര ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്നായിരുന്നു ഞാൻ ഇങ്ങനെ നോക്കുന്നത്. ഉള്ളിന്ന് വന്ന് അതെ, ശരിക്കും ഇത് ശരിക്കും എന്താ അറിയോ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അൺകൺട്രോൾഡ് ആണ്. ആർക്കും എന്തും പറയാം, എത്ര ഐഡിയ ഉണ്ടാക്കാം. ഇപ്പൊ എത്ര ഐഡിയ ഉണ്ടാക്കാം, നമുക്ക് മുഖമുള്ളത് ഉണ്ടാക്കാം. സത്യത്തിൽ എത്ര ഐഡിയ ഉണ്ട്. അപ്പോൾ പൂവുള്ളത് ഉണ്ടാക്കാം, പിന്നെ പൂച്ചട്ടിയുള്ളത് ഉണ്ടാക്കാം. ആൾക്കാർക്ക് എങ്ങനെ ഇപ്പോൾ വേറെ ആരുടെങ്കിലും ഫേസ് വെച്ചിട്ടുണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാമല്ലോ. ഇത് ഈ മെക്കാനിസം യഥാർത്ഥത്തിൽ അൺകൺട്രോൾഡ് ആണ്. അങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള മെക്കാനിസത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ഒരാളെ കയറി തെറി വിളിക്കുമ്പോൾ അത് അലൗ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം, ആ സിസ്റ്റം അത് ഗവൺമെൻറ്റൽ മെഷീനറി, അതിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഞാൻ നിരന്തരമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കസബ സ്റ്റേഷനിലൊന്ന് പോയി ചോദിച്ചാൽ മതി, അല്ലേ വേണ്ട, ഇവിടെ തൊട്ടടുത്തുള്ള നമ്മളെ സൈബർ സെല്ലിൽ ചോദിച്ചാൽ മതി എൻ്റെ പേരിൽ ഞാൻ എത്ര പരാതി അവിടെ നൽകിയിട്ടുണ്ടെന്ന്, അതിന് എത്ര പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതിനിവർക്ക് നമ്മൾ ലിങ്ക് എടുത്ത് കൊടുക്കണം. ആ ലിങ്ക് URL എടുത്ത് കൊടുത്തു, ആ URL ഇവർക്ക് പിന്നെ ഫേസ്ബുക്കിനോട് പെർമിഷൻ വാങ്ങണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്കിൽ ഇവർ പോവുക. അപ്പോൾ ഇതിന് ഒക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇതിന് കൺട്രോൾ, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുക. റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഒരിക്കലും അത് നിങ്ങളെ റൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാത്തിനും ID കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരാധാറോ ഒരു ID കാർഡോ ഇല്ലാതെ നിങ്ങൾക്ക് പലതും ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഒരു ID വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കട്ടെ, ഒരു അക്കൗണ്ട് ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഒരു പിന്നെ മെക്കാനിസം കൊണ്ടുവരട്ടെ, അതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരട്ടെ. ആ സ്ട്രക്ചറിലൂടെ ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡികൾ, ആളുകളുടെ അബ്യൂസ്, ഇത്തരത്തിൽ വരുന്ന ഈ വെർബലിയുള്ള റേപ്പ് ലെവലിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യാണ്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ മെക്കാനിസമാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് കുറച്ച് സമാധാനം തരാൻ, നമ്മളെ വീട്ടുകാർക്കും നമ്മളുടെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും സമാധാനം തരാൻ. ഇനി ഫ്രസ്ട്രേഷനുള്ള ആൾക്കാരൊക്കെ അത് വീട്ടിൽ പോയിട്ട് അങ്ങനെ അവരുടെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ആൾക്കാരോട് പറഞ്ഞു തീർക്കട്ടെ. അപ്പൊ അതിന് നജ്മ തബ്ഷീറിന്റെ ഇപ്പം വിഷുവിന്റെ ഒരു വീഡിയോ ഇട്ടപ്പം ലീഗ് തന്നെ സൈബർ അറ്റാക്ക് ചെയ്തിട്ടോ. അപ്പൊ അതിലെന്താണ് ഫാത്തിമേന്റെ ലീഗാണ് സൈബർ അറ്റാക്ക് ചെയ്തതെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? അനുഭാവികളാണെന്ന് എങ്ങനെ പറയാൻ കഴിയുക? അതിലെല്ലാവരും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു മിശ്രിതാണ്. ഓൾ കൈൻഡ്സ് ഓഫ് ആൾക്കാരുണ്ട്, പബ്ലിക് ഉണ്ട്. നമ്മളിപ്പോൾ കാണുമ്പോൾ അതിൽ ഇന്നതായിട്ടാണ് തോന്നുക. പിന്നെ സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പം എല്ലാത്തിനും ഒരു ബഹുമാനം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ ബഹുമാനത്തിൻ്റെ ബൗണ്ടറി കടന്നിട്ട് നിങ്ങൾക്ക് ഒരാളെയും വിമർശിക്കാൻ പോലുള്ള ഒരു സ്പേസ് ഇല്ല. ബഹുമാനത്തോടു കൂടി വിമർശിക്കാമല്ലോ. അതെന്താ പഠിക്കാത്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തതെന്ന് അറിയില്ല. അതാ പറഞ്ഞത്, ഇത് ഓപ്പൺ പ്ലാറ്റ്ഫോമാണേ, ആർക്കും എന്തും പറയാം. നിങ്ങൾക്കൊരു ദിവസം ദേഷ്യം വന്നു, 4 ആളെ ചീത്ത പറഞ്ഞാലേ അത് തീരുള്ളൂ എങ്കിൽ ഒരു ID കയറിയിട്ട് 4 ചീത്ത പറയാൻ പറ്റുന്ന പെർമിസിബിളായിട്ടുള്ള മെക്കാനിസമാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിനെ മാറ്റുക, അതിനെ റെസ്ട്രിക്റ്റ് ചെയ്തേ പറ്റൂ, ഇതിനെ കൺട്രോൾ ചെയ്തേ പറ്റൂ. അപ്പം നജ്മ തബ്ഷീർ ചെയ്ത വീഡിയോ ഫാത്തിമ അംഗീകരിക്കുന്നു എന്നാണോ? അല്ല, ആ വീഡിയോനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ റണ്ണിങ്ങിലായിരുന്നു. അതിൻ്റെ ഡീപ്പ് ലെവലിലേക്ക് ഞാൻ പോയിട്ടില്ല, അതിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ വിമർശനം നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. കൽപ്പാത്തിയിലൊരു വീഡിയോ ഇങ്ങനെ കണി കാണുന്നു, ആള് വന്ന് ആശംസ പറയുന്നു, അത്രേ ഉള്ളൂ. കുട്ടീനെ കൊണ്ടുപോയി ഒരു വിഷു ആശംസ നേരുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ താഴെ വന്ന കമന്റ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതെടുക്കുമോ, ഫസ്റ്റ് വന്നൊരു കമന്റ് ഇങ്ങനെയാണ്: അല്ല മോളെ, നമുക്കിപ്പോൾ ആകെ 2 ആഘോഷം മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പെരുന്നാൾ, ഒരു വലിയ പെരുന്നാൾ, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ആഘോഷം നടത്തേണ്ട ആവശ്യം എന്താണ്? അതൊരു കമന്റ്. പിന്നെ രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചത്, ഈ ബഹുസ്വരത എന്ന് പറയുന്നത് ലീഗിനൊരു വിജയം നേടാനുള്ള ഒരു ഒറ്റമൂലി മാത്രമാണ് എന്നൊരു കമന്റ് ഉണ്ട് അതിൽ. അങ്ങനെ കുറേ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അല്ലേ, അത് പിന്നെ ആൾക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടാവും. നമുക്ക് യോജിക്കാൻ പറ്റുന്നിടത്ത് ഇപ്പോൾ ഓരോരുത്തർക്കും നമ്മൾ ഐഡൻറ്റിറ്റി വെച്ചിട്ട് തന്നെ ആളുകളോട് സംസാരിക്കുക, ഐഡൻറ്റിറ്റി വെച്ചിട്ട് പൊളിറ്റിക്സിൽ ഇടപെടുക, ഐഡൻറ്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കുക എന്നല്ല, അത് കീപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ കോൺസൈൻസാണിത്, എൻ്റെ താല്പര്യമാണിത്. അപ്പോൾ ആ താല്പര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണല്ലോ എൻ്റെ വിജയം. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭംഗി. ആ ഭംഗി ഓരോ ആൾക്കാർക്കും ഓരോ ആഘോഷങ്ങൾ വരുമ്പം അത് ഉൾക്കൊള്ളുക, അവരെ കൂടെ നമ്മൾ നിൽക്കുക, ആഘോഷങ്ങളെ നമ്മുടെ കൂടെ ഒരു ഭാഗമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിനൊന്നും വിമർശിക്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗിൻ്റെ,
അപ്പം അന്ന് ആ വീഡിയോസ് ന്യൂസ് ചാനൽസ് മാധ്യമങ്ങളൊക്കെ ഷെയർ ചെയ്തു. 2 വനിതകളുണ്ട് തഹ്ലിയ പേരാമ്പ്രയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഞാനാണെന്ന് വീഡിയോ കൊടുത്തത്. അപ്പം അതിന് താഴെ ഒരുപാട് കമൻസ് കണ്ടു. ലീഗ് അനുഭാവികൾ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ പറയുന്നത് ലീഗ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അടിസ്ഥാന തത്വം മറക്കുന്നു, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നു, തങ്ങളിത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് അതിൻ്റെ താഴെ വന്നത് അന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അണികളിലെ ഒരു വിഭാഗത്തിന് ഇത്തരം പുതിയ കാലത്തേക്കുള്ള ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു, ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ അണികളിലെ ഒരു വിഭാഗത്തിനെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാ ആൾക്കാരിലും അങ്ങനെ വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും. കൺവെൻഷനലി പോകുന്ന ആൾക്കാരുണ്ടാവും, റിലീജിയസ്ലി പോകുന്ന ആൾക്കാർ. ഇപ്പോൾ നിങ്ങൾ 4 പേരിരിക്കുന്നു, ഈ 4 പേരുടെയും ചിന്തകൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം. കാര്യങ്ങൾ നമ്മളെ പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്യാം, താല്പര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ എല്ലാ സംഘടനയിലും ഉണ്ട്. ലീഗിൽ മാത്രമല്ല, കോൺഗ്രസ്സിൽ മാത്രമല്ല, CPM മാത്രമല്ല, എല്ലാ സംഘടനയിലും ഉണ്ട്. അപ്പം അങ്ങനെ ഒരാൾ അഭിപ്രായം പറയുമ്പം അതിനെ ഒരു ജനറലൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നു അതിനെയാണ് നല്ലൊരു നേതൃത്വത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഇങ്ങനെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, ന്യൂജൻസ് വരട്ടെ എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടാവും, സ്ത്രീകൾക്ക് കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടാവും. ഇതിന് ഭംഗിയായിട്ട് കാലത്തിൻ്റെ ചുമരെഴുത്തുകൾ വായിച്ചുകൊണ്ട് എന്താണോ ആവശ്യം എന്ന് പരിശോധിച്ചിട്ടുള്ള ഒരു സംവിധാനമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ കപ്പാസിറ്റി. തഹ്ലിയ മത്സര രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ ലീഗ് നേതാക്കളുടെ ഇടയിൽ ഇപ്പം നൂർബിന റഷീദിനെ പോലത്തെ ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുകയും തഹ്ലിയ വനിതാ ലീഗ് അല്ല എന്ന പ്രസ്താവന ഇറക്കുകയും അങ്ങനെ സംഭവങ്ങളുണ്ടായി. അപ്പം ഈ പൊട്ടിത്തെറികളൊക്കെ പേരാമ്പ്രയിലെ വോട്ട് ഷെയറിനെ ബാധിക്കും എന്ന് തഹ്ലിയ കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വോട്ട് ഷെയറിന് അത് ബാധിക്കുന്നത്. പിന്നെ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇലക്ഷൻ്റെ ആ നിശബ്ദ പ്രചരണത്തിൻ്റെ അന്നാണ് ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾ ഞാൻ കാര്യമായിട്ട് കാതലായിട്ട് മനസ്സിലാക്കുന്നത്. അതുവരെ ഗ്രൗണ്ടിലായിരുന്നു. അപ്പം ഈ ന്യൂസുകളൊന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല. നൂർബിനത്താനെ പോലെ ആൾക്കാർ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഹരിതയുടെ ഫസ്റ്റ് സമ്മേളനത്തിൽ ഞാനിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നോക്കി കാണുന്ന ഒരാളാണ്. അവൾ പേര് തുടക്കം മുതലേ പാർട്ടിയിൽ കേൾക്കുന്ന പേരുകളാണ്. സുഹറ മമ്പാട്, നൂർബിന റഷീദ്, കുൽസു ടീച്ചർ എന്നൊക്കെയുള്ള പേരുകൾ, കമറുന്നീസ അൻവർ. പിന്നെ അവരൊന്നും ഒരിക്കലും ഞാൻ മറക്കാൻ പറ്റില്ല. അവരെ പോലത്തെ ആളുകളെ പേരുകൾ നമ്മൾ എത്ര കേൾക്കുന്നു, അവരൊക്കെ ബഹുമാനപൂർവ്വം കാണുന്നു. ഏത് സമയത്ത് അവർ ഓടുന്നുണ്ടാകും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഇതൊരു പാലക്കാട് കയറി ഇറങ്ങിയിട്ടാണ് സീറ്റ് ഒപ്പിച്ചത് എന്ന് അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ വേദന ഉണ്ടാക്കുന്ന പ്രസ്താവനകളൊക്കെ തന്നെയാണ്. അതിലൊന്നും പോയിരുന്നോ പാണക്കാട്? പാണക്കാട് ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ടല്ലോ, പാണക്കാട് പോവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ഷൻ കഴിഞ്ഞേരെ പോയപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ഇവിടെ വന്നതെന്ന്. എന്നോട് അങ്ങനെ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കാൻ, ഞാനൊരു പാർട്ടി പ്രവർത്തകയല്ലേ, എൻ്റെ ലീഡർഷിപ്പിനെ ഇലക്ഷന് മുമ്പോ ശേഷമോ അതിനിടയ്ക്കൊക്കെ പോയി കാണാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. പാണക്കാട് പോകുന്നതും പോകാത്തതൊക്കെ ഓരോരുത്തരെ താല്പര്യങ്ങളാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലീഡേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്ത് പോകാറുണ്ട്, അവരെ കാണാറുണ്ട്. അത് വ്യക്തിപരമായിട്ട് പോലുമല്ല, പലപ്പോഴും മറ്റുള്ള ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകാറുള്ളത്. അങ്ങനെ മുതിർന്ന ലീഗ് നേതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇലക്ഷൻ്റെ സമയത്തൊക്കെ എനിക്ക് വലിയ സപ്പോർട്ടീവ് സിസ്റ്റായിട്ട് മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ തങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയല്ലേ. ഓരോ പഞ്ചായത്തുകളുടെ വാർഡുകളുടെ വരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എടുത്ത് ഗ്യാദർ ചെയ്ത് അവിടെ ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ്, ഇന്ന് എങ്ങനെയാണ് പ്രോഗ്രാം, ഓക്കെ അല്ലേ, ഫിസിക്കലി ഓക്കെ അല്ലേ, എനർജി ഇല്ലേ, സൗണ്ട് പോയോ എന്നൊക്കെ ചോദിക്കാൻ ഒരു നേതൃത്വം, അവർ വലിയ രൂപത്തിലൊരു പിന്തുണ എനിക്ക് തന്നു. പിന്നെ പേരാമ്പ്രയിൽ ഈ നെറ്റ്വർക്കിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, റേഞ്ചിൽ. എന്നിട്ടും അതിനിടയിൽ കൂടെ നമ്മളൊരു പ്രാവശ്യം ഒരാളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് പോവില്ലേ. പ്രത്യേകിച്ച് ഇവരൊക്കെ മത്സരിക്കുന്ന ആൾക്കാരാണ്, നേതാക്കന്മാരാണെങ്കിലും അവരൊക്കെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഫോളോ ചെയ്തു, കാര്യങ്ങൾ അന്വേഷിച്ചു, വേണ്ടി സപ്പോർട്ട് തന്നു പറയുമ്പം എന്നെ പോലത്തെ ഒരാൾക്ക് അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. ഭയങ്കര ചൂടിലാണല്ലോ ഇത്തവണ പേരാമ്പ്ര ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്. ഇടയ്ക്ക് തലയിറങ്ങി എന്തോ വീണു, ഇടയ്ക്ക് ആരോഗ്യസ്ഥിതി ഇതാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് വെച്ചാൽ എന്നോട് ആൾക്കാർ പിന്നെ മീഡിയക്കാർ വന്ന് പറയുന്നു പാലക്കാട്ടിലേക്കാട്ടിൽ ചൂടുണ്ട് ഇവിടെ. എനിക്ക് തോന്നിയിട്ടുണ്ട് കോഴിക്കോടത്തേക്കാട്ടിൽ ചൂട് അവിടെ കൂടുതലാണെന്ന്. ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ കണ്ണിൻ്റെ മേലെ
നമ്മളിങ്ങനെ വണ്ടിയിൽ പോവല്ലേ പര്യടനത്തിന്, ഓപ്പൺ വണ്ടിയാണല്ലോ. അപ്പോൾ കണ്ണിൻ്റെ മേലെയുള്ള സ്കിന്ന് പൊട്ടിയിട്ട് എനിക്കിങ്ങനെ എരിഞ്ഞിങ്ങനെ പുകയുന്നത് ഓർമ്മയുണ്ട്. അത്രയും ഹെവി ചൂട്, അത് ഡയറക്റ്റായിട്ട് സൺ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ പിന്നെ പോവാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം വളരെ കുറവായിരുന്നു. അപ്പം എന്തെങ്കിലും ആരെങ്കിലും നാരിയൽ കാപ്പാനി കൊണ്ടുതരും, അപ്പോൾ അത് കുറേ കുടിക്കും. പിന്നെ ഫ്രൂട്ട്സ് കുറേ ഒരു 3-4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ബോക്സ് വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങനെ മാനേജ് ചെയ്തു. പക്ഷേ ഈ അവിടെ കുറേ കനാലുകളുണ്ട്, ചെറിയ കനാലുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവും നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ, എടുത്ത് ചാടിയാലോ. കാരണം അത്ര പുകഞ്ഞ് നിൽക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ അതിജീവിച്ചു. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയ കാര്യം, ആൾക്കാരെ കാണുമ്പോൾ നമ്മളെ മുമ്പിലേക്ക് ആൾക്കൂട്ടം വരുമ്പം ചിരിച്ചുകൊണ്ട് അവർ ഭയങ്കര പ്രതീക്ഷയിൽ നമ്മളെ അടുത്തേക്ക് എത്തുമ്പോൾ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ ആൾക്കാരുടെ ഇടയിലേക്കൊന്ന് പോകുമ്പോൾ എനിക്ക് അത് ആ സമയത്ത് ഞാൻ പലതും ഞാൻ ഈ അസ്വാഭാവികതകൾ, പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ മറന്ന് അവരുടെ ഇടയിലേക്ക് അങ്ങ് പോകും. അങ്ങനെയാണ് ഈ ഇലക്ഷൻ കംപ്ലീറ്റ്ലി കൊണ്ടുപോയത് ആളുകളാണ്, അവിടുത്തെ വോട്ടർമാരാണ്. നമ്മളിപ്പോൾ പല വിഷയങ്ങളും പറഞ്ഞു. അതിൽ നമ്മൾ കൂടുതലും സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ കമൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ തഹ്ലിയൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ വന്ന 1-2 കമൻസ് ഉണ്ട്. അല്ല, ഒരു പേപ്പറിൽ ഒരു കമൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ റിയാക്ഷൻ തരാം, അല്ലെങ്കിൽ അതിനുള്ള മറുപടി തരാം. കുറച്ച് പണിയെടുത്തിട്ടുണ്ടല്ലോ ചെറുതായിട്ട്. എല്ലാം കമ്പനിക്ക് വേണ്ടി. അതെ അതെ അതെ. കമന്റ് ഫാത്തിമ തഹ്ലിയ വിജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു മുസ്ലിം വർഗീയത രൂപപ്പെട്ടിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് എവിടെ നിന്ന് വന്നതാന്നുള്ളത് എനിക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചാൽ എനിക്കും എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കും എന്നെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ പല സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മേൽവിലാസം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആളുകളെ ഒന്നും മതത്തിൻ്റെ പേരിലല്ല ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്, ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേരാമ്പ്രയിലുള്ള ആൾക്കാരോടും എനിക്ക് അതേപടി ഇടപെടാനും സംസാരിക്കാനും പറ്റും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഫാത്തിമ തഹ്ലിയ മതപുരുഷ മേധാവിത്വത്തിനെതിരെ പടപൊരുതുന്നില്ല. പടപൊരുതണം എന്നുള്ളതാ എന്താ പറയേണ്ടത്. ഇതിനൊക്കെ അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ ഇന്നത് പോരാടണം, ഇന്ന ലെവലിൽ പോരാടണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ശരിയും തെറ്റും നോക്കി കാണാൻ പറ്റുക, അതിനെ കറക്റ്റായിട്ട് സംസാരിക്കുക, നമുക്ക് തോന്നുന്ന നീതിപൂർവമായിട്ടുള്ള വാക്കുകൾ, അതിൽ ആ സമയത്ത് വേണ്ട മറുപടികൾ പറയാം. എല്ലാ വിഷയത്തിലും കയറി അഭിപ്രായം പറയണം എന്നുള്ള അഭിപ്രായമില്ല. വെറും ഷാഫി മാങ്കൂട്ടം രാഷ്ട്രീയ ചൂതാട്ടത്തിൻ്റെ കൊടി പിടിക്കുന്നയാൾ. ഓ അതെ അതെ, വെറൈറ്റിയാണ്. രാഷ്ട്രീയ ചൂതാട്ടത്തിൻ്റെ കൊടി പിടിക്കുന്നത്, ഇതൊക്കെ അൺനോണാണേ. അപ്പം രാഷ്ട്രീയ ചൂതാട്ടത്തിൻ്റെ കൊടി പിടിക്കുന്ന ആളെന്ന് പറയുമ്പം എനിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇവരുടെ പൊളിറ്റിക്സിനെ പറ്റി അറിയേണ്ടി വരുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇതൊരു നമ്മളൊക്കെ ഒരു ഭാഗത്തിൻ്റെ ആളാണ് എന്നൊക്കെയാണ്. ഇപ്പം ഈ ലൈനിനെ കുറിച്ചിട്ട് അഭിപ്രായം മാറിയിട്ടുണ്ടാവണം. ഇതൊക്കെ പഴയ പോസ്റ്റിൽ നിന്ന് വന്നതായിരിക്കും. വെറൈറ്റി കമന്റ് ആയിരിക്കും. ലീഗിൽ ആര് ജയിച്ചാലും ഈ തട്ടമിട്ട ശശികല പരാജയപ്പെടണം. ചിരിക്കണ്ട. അതെ അതെ അതെ. ശശികലക്കെതിരെ ഇന്നേക്കാൾ കൂടുതൽ സംസാരിച്ച ഒരു CPM-കാരനെ കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഇതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ആ വീഡിയോ പോയി കാണാം. അപ്പൊ ഇതിന് ആൻസർ കിട്ടും. അങ്ങനെ MSFന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടക്കാലത്ത് CPM-ലേക്ക് പോകുന്നു എന്നൊരു കരക്കമ്പ് ഇങ്ങനെ കേട്ടിരുന്നു. LDF-ൽ പോകുന്നു എന്നുള്ളതല്ല കേട്ടത്, അതിനപ്പുറത്തേക്കുള്ളതുണ്ടായിരുന്നു BJP-യിലേക്ക് പോവാന്നുള്ളത്. ഞാൻ കേട്ടത് എന്തേ അറിയാതെ പോയി എന്ന് ഞാൻ ആലോചിക്കുന്നത്. സുരേഷ് ഗോപി വിളിച്ചിരുന്നു. സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതെ, അന്ന് പിന്നെ വാക്കുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അല്ലല്ല, അന്ന് അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നല്ലോ. അപ്പം അത്തരത്തിലുള്ള വിളികളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ CPM എന്നൊക്കെയുള്ള ക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. പക്ഷെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിലൊക്കെ ആർക്കാ സംശയങ്ങളുള്ളത്. ഞാൻ പുലർത്തുന്ന പൊളിറ്റിക്സിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലൊരു അണിമണി തൂക്കം വ്യത്യാസം എനിക്ക് ഇപ്പോഴും അപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ആരെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്ക്
ഞാൻ ആളുകളുടെ മുന്നിൽ സംസാരിച്ചിടത്തോളം അല്ലെങ്കിൽ ആളുകളോട് ഇത്രയും കാലം പെരുമാറിയത് എൻ്റെ പ്രവർത്തന മേഖലയിൽ അതിൽ അഭിപ്രായം പറയുമ്പോഴേക്ക് നമ്മളങ്ങനെ ഒലിച്ചു പോകാൻ മാത്രമുള്ള രാഷ്ട്രീയമൊന്നുമല്ല എനിക്കുള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്സ് എൻ്റെ ഇൻസൈഡ് ഉള്ളതാണ്. ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് വരുന്നൊരു സംഭവമാണ്. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടേ അതിന് പ്രതികരിച്ച് കഴിഞ്ഞിട്ട് തഹ്ലിയ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പോയി ആലോചിക്കുമ്പോൾ ഞാനിതിന് പ്രതികരിച്ചത് കൊള്ളാം, ഞാനൊരു സംഭവം തന്നെ എന്ന് എപ്പോഴെങ്കിലും തോന്നി ഞാൻ സൂപ്പർ. ഇത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല ആലോചിച്ചത്. അത് അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ആളുകളോട് കുറച്ചുകൂടെ ഇങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്താൽ നന്നാവുമായിരുന്നു, അല്ലെങ്കിൽ ഈ രൂപത്തിൽ പറയുന്നതായിരുന്നു നല്ലത്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കൊള്ളാം എന്നൊരിക്കലും തോന്നിയിട്ടില്ല. ബെറ്റർ ആക്കായിരുന്നു, ക്ലാരിഫൈ ചെയ്യായിരുന്നു, പറയേണ്ടത് കുറച്ചുകൂടെ ഈ ലെവലാക്കിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബെറ്റർ ആയിക്കൊണ്ടിരിക്കട്ടെ. ഇത്തവണ പേരാമ്പ്ര തൂക്കുമോ?